നമസ്കാരം. പയൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മാലിന്യം വിതറുന്ന ബോബി ചെമ്മണ്ണൂർ അഴിക്കുള്ളിലായി. ഹണി റോസിന്റെ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ബോബിയെ 2 ആഴ്ചത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന പോലീസ് റിപ്പോർട്ട് കോടതി അംഗീകരിച്ചു. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ആവർത്തിച്ചും കുറ്റബോധമില്ലാത്തതും സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന വാദം കോടതി അംഗീകരിക്കുമ്പോൾ അതുവരെ എന്തും ചെയ്യുമെന്ന ഭാവത്തിലായിരുന്ന ബോച്ചയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ. വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ പോലീസ് വാഹനം തടഞ്ഞ് ബോബി ഫാൻസ്. 1.5 ലക്ഷത്തിലധികം ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സുമായി ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ അഴിഞ്ഞാടിയ ബോച്ചയുടെ വീഴ്ച പാഠമാകുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ഡിബേറ്റിൽ നടി ഗായത്രി വർഷ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ, വലത് നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ്, കോൺഗ്രസ് നേതാവ് ശ്രീമതി സോയ ജോസഫ്, റിട്ടയർഡ് പോലീസ് ഓഫീസർ ശ്രീ ജോർജ് ജോസഫ്, പൊതുപ്രവർത്തകനായ പായിച്ചിറ നവാസ് എന്നിവർ ചേരുകയാണ്. ആദ്യം സോയ ജോസഫ്, ഇന്ന് കോടതിയിൽ വലിയ വാദമാണ് നടന്നത്. ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി രാമൻപിള്ള തന്നെ നേരിട്ട് വരികയായിരുന്നു വാദിക്കാൻ, ജാമ്യം കിട്ടുന്നതിന് വേണ്ടി. ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും ലൈംഗിക അധിക്ഷേപമല്ല ആ ജ്വല്ലറി ഉദ്ഘാടന ചടങ്ങിൽ നടത്തുന്നതെന്നും വാദിച്ച് സമർത്ഥിക്കുവാൻ നോക്കുകയായിരുന്നു. പക്ഷേ കോടതിയുടെ കൃത്യമായ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ. അതുമാത്രമല്ല, പോലീസിന്റെ സമയോചിതമായ ഇടപെടലും ബോബി ചെമ്മണ്ണൂർ എന്ന വഷളനെ അഴിക്കുള്ളിലാക്കാൻ സഹായിച്ചിട്ടില്ലേ? അല്ല, തീർച്ചയായും ഇതൊരു വലിയ പോസിറ്റീവ് സൈനായിട്ടാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. കേരളത്തിലുള്ള അല്ലെങ്കിൽ പൊതുവിടത്തിൽ നിൽക്കുന്ന ഒരുപാട് ബോച്ചേമാർക്കുള്ള ഒരു സിംബോളിക് വാണിംഗ് ആയിട്ടാണ് ഇത്തരം ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇത് ഒരാളല്ല, ഇത് കേവലം ഒരാളെയോ അല്ലെങ്കിൽ ബോച്ചയോ, തീർച്ചയായിട്ടും അയാളുണ്ട്. പക്ഷെ അയാൾക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അത് തടയാൻ ഈ നാട്ടിൽ ആളുകൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് എത്രത്തോളം അരോചകമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ 1000, 10,000 ബോച്ചേമാർ ഒളിഞ്ഞും തെളിഞ്ഞും കേരളത്തിലും അല്ലെങ്കിൽ എല്ലാ ഇടങ്ങളിൽ നിന്നുകൊണ്ട് സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വിസിബിളും ഇൻവിസിബിളുമായിട്ടുള്ള ഹാൻഡിലുകളിലൂടെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾക്ക്, മോശപ്പെട്ട കമന്റുകൾക്ക്, അശ്ലീല പരാമർശങ്ങൾക്ക് ഇതൊരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ് എന്നുള്ളൊരു തോന്നൽ ഇതുവരെ ഉണ്ടായിരുന്നു. ബോച്ചെ പറയുന്നു, എല്ലാവരും ചിരിക്കുന്നു. ഇതിനെ ഫോളോ ചെയ്യാൻ ധാരാളം ആളുകളുണ്ട്, ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ കുറെ ആളുകളുണ്ട്. ആർമിയുണ്ട്. കാക്കനാട് ജയിലിലേക്കാണ് കൊണ്ടുവരുന്നത് ബോബി ചെമ്മണ്ണൂരിനെ. 2 ആഴ്ചത്തേക്കാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കൊച്ചിയിൽ നിന്ന് ജില്ലാ ജയിലായ കാക്കനാട്ടേക്ക് കൊണ്ടുവരികയാണ്. കാക്കനാട് ജയിലിന് മുന്നിൽ വാഹനം എത്തിയിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂർ ഇനി കാക്കനാട് ജയിലിലാണ്. 2 ആഴ്ചത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി നൽകുമെന്ന് അഭിഭാഷകൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ തീർപ്പാകുന്നതുവരെ, ജാമ്യം കിട്ടുന്നതുവരെ ജില്ലാ ജയിലിൽ തുടരേണ്ടി വരും ബോബി ചെമ്മണ്ണൂരിന്. ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചു എന്നുള്ളതാണ്. അധിക്ഷേപ വാക്കുകൾ ഉപയോഗിച്ചു, ഒരു തവണയല്ല പലതവണ ഉപയോഗിച്ചു എന്നതാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള കുറ്റം. BNSലെ 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ പ്രകാരമായിരുന്നു കേസെടുത്തിരുന്നത്. അതിനെക്കുറിച്ച് വിശദമായ വാദം ഇന്ന് CJM കോടതിയിൽ കണ്ടതാണ്. അവിടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യത്തിന് വേണ്ടി വലിയ വാദങ്ങളാണ് അഭിഭാഷകൻ രാമൻപിള്ള ഉന്നയിച്ചത്. പക്ഷേ കോടതി അത് അംഗീകരിച്ചില്ല. തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകും എന്നുള്ള കണ്ടെത്തലിലൂടെ തന്നെയാണ് CJM കോടതി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകാതിരുന്നത്. അതുമാത്രമല്ല, ജുവലറി ഉദ്ഘാടന ചടങ്ങിൽ ബോബി ചെമ്മണ്ണൂർ നടത്തിയ പരാമർശങ്ങൾ ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് എന്ന് കോടതി വിലയിരുത്തുകയാണ് ഉണ്ടായത്. അതുമാത്രമല്ല, അതിനുശേഷമുള്ള ഒരു ചടങ്ങിലെ ബോബിയുടെ പരാമർശങ്ങളും അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയയിലെ ഇന്റർവ്യൂകളിലെ പരാമർശങ്ങളും ഒക്കെ കോടതി വിലയിരുത്തുകയുണ്ടായി. സോയ, തുടരാം. ഇതൊരു സമൂഹത്തിന് നൽകുന്ന ഒരു നല്ല സന്ദേശം, അതുപോലെ തന്നെ മാതൃകയായി മാറുകയാണല്ലോ പോലീസിന്റെ നടപടിയും ഇക്കാര്യത്തിൽ. സോയ. അല്ല, തീർച്ചയായിട്ടും. കാരണം ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ പറയുന്നത് പോലെ പോലീസ് ഇക്കാര്യത്തിൽ മാതൃകാപരമായി ചെയ്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അനേകം കേസുകൾ, ഒരു കഴിഞ്ഞ 10 വർഷത്തെ കേസുകളുടെ അല്ലെങ്കിൽ സ്ത്രീകൾ തന്നെ കൊടുത്തിട്ടുള്ള സൈബർ അധിക്ഷേപങ്ങളുടെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പൊതുവിടങ്ങളിലുള്ള അധിക്ഷേപങ്ങൾക്കെതിരെയും സ്ത്രീകൾ കൊടുത്തിട്ടുള്ള കേസിലൊക്കെ വലിയൊരു ടെൻഡൻസി അല്ലെങ്കിൽ വലിയൊരു ഡിലേ ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് ഹണി റോസ് എന്ന് പറയുന്നത് ഒരു വളരെ പ്രിവിലേജ്ഡ്
ആയിട്ടുള്ള ഒരാളാണ്. എന്തൊക്കെ പറയുമ്പോഴും അവർക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട്, അവർക്ക് മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിക്കാൻ, മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ, അതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ അത്തരം പ്രിവിലേജുകൾ ഉള്ളവർക്ക് മാത്രമല്ല, എല്ലാ സ്ത്രീകൾക്കും ഇത്തരത്തിലുള്ള ന്യായവും നീതിയും ഒക്കെ ലഭ്യമാകണം എന്ന് തന്നെയാണ് ഒരു പൊതുവിടത്തിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. നല്ല ഭാഷാ പാണ്ഡിത്യമുണ്ട്, പക്ഷേ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ച് കൂടുതൽ ആകുലപ്പെടുകയാണല്ലോ രാഹുൽ ഈശ്വർ ചെയ്യുന്നത്. ബോച്ചയെ വേട്ടയാടണം, പക്ഷെ ഹണി റോസിനെ വിമർശിക്കരുത് എന്നൊരു സമീപനം എടുക്കരുത്. ബോച്ചയെ വേട്ടയാടണം, ബോച്ചെ പറഞ്ഞതിനെ ആരും ന്യായീകരിച്ചില്ല എന്നും കൂടി ഓർക്കണം. ബോച്ചെ പറഞ്ഞതോ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞതിനെയോ ഒരു മലയാളി ന്യായീകരിച്ചിട്ടില്ല, ഞാനും ന്യായീകരിച്ചിട്ടില്ല. അദ്ദേഹം മാപ്പ് പറയണം, അദ്ദേഹം പിൻവലിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ബോച്ചയെ വേട്ടയാടണം, ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണ്ട, ഹണി വിമർശനത്തിന് അധീനയാണ് എന്ന് പറയുന്ന ഒരു മനോഭാവം ശരിയല്ല. ഹണി പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അതിജീവിതയാകില്ല. കേസിന്റെ മെറിറ്റിലേക്ക് കോടതി വന്നിട്ടില്ല. ഒരു വരിയെ ഞാൻ എടുക്കൂ, കേസിന്റെ മെറിറ്റിലേക്ക് കോടതി വന്നിട്ടില്ല. ആരാണ് പറഞ്ഞത് രാഹുൽ ഈശ്വർ? ജാമ്യാപേക്ഷയിൽ വാദം നടക്കുമ്പോൾ കേസിന്റെ പൂർണ്ണമായ മെറിറ്റിലേക്ക് വരില്ല എന്ന് സാമാന്യ നിയമബോധമുള്ളവർക്ക് അറിയാം. മെറിറ്റിനെ പറ്റി ഒന്നുമല്ല സംസാരിക്കുന്നത്, അതിലേക്കൊക്കെ നിയമവിദഗ്ധർ വന്നിട്ടില്ല. അല്ല, ഇത് അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പറഞ്ഞത് അല്ല, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം, നിയമപരമായിട്ടുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ കടക്കാം. ഞാൻ ഒരു കാര്യം മാഡം, നിയമം കൂടെ അറിയുന്ന ആളാണല്ലോ. ഭാരതീയ ന്യായ സംഹിത 75 പ്രകാരമാണ് യഥാർത്ഥത്തിൽ ഭാരതീയ ന്യായ സംഹിത 75 ഉപവകുപ്പ് 4 പ്രകാരം സെക്ഷലി കളേർഡ് റിമാർക്സ് എന്ന കേസിലാണ് എടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ശരിയായില്ല, പിൻവലിക്കണം, മാപ്പ് പറയണം. അതിന്റെ പേരിൽ 1 മുതൽ 3 വർഷം വരെ അദ്ദേഹത്തെ ജയിലിൽ ഇടണമെന്നാണോ നമ്മൾ പറയുന്നത്? അങ്ങനെ ഒരു ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്നുള്ളത് അദ്ദേഹത്തെ 3 വർഷം ജയിലിലിടണോ? സമാനമായ ദ്വയാർത്ഥ പ്രയോഗമല്ലേ മോൺസ്റ്ററിൽ ലാലേട്ടൻ ഹണി റോസിനോട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രിവാൻഡ്രം ലോഡ്ജിൽ ജയസൂര്യ ഹണി റോസിനോട് ചെയ്യുന്നത്? അപ്പൊ സിനിമയിലാകട്ടെ പൊതുസമൂഹത്തിലാകട്ടെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കുറയ്ക്കണമെന്ന കാര്യത്തിൽ ആർക്കും വിയോജിപ്പില്ല. പക്ഷേ ആ ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെ പേരിൽ ഒരാളെ ജയിലിലിടണോ എന്ന് നമ്മൾ ചിന്തിക്കണം. മാറ്റം വരും രാഹുൽ. അല്ല, രാഹുൽ പറഞ്ഞു അവസാനം രാഹുൽ പറയുമ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിക്കില്ല എന്ന് പറയുകയും അവസാനം കൊണ്ടുവന്ന് എത്തിക്കുന്നത് ബോബിയെ ജയിലിലിടണോ എന്ന ചോദ്യം ഉയർത്തുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് രാഹുലിന്റെ പതിവ്. ഇപ്പോൾ മാപ്പ് പറയണമെന്നാണ് പറഞ്ഞത്. ഹണിയോടും എനിക്കുള്ള അഭ്യർത്ഥന, ഹണി എന്നെ വിമർശിച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഹണിയോട് പറയാനുള്ള അഭ്യർത്ഥനയും ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പ് സ്വീകരിക്കണമെന്നാണ്. ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പ് സ്വീകരിക്കണമെന്നാണ് ഹണിയോടും അഭ്യർത്ഥിക്കാനുള്ളത്. അല്ല, ബോബി എവിടെയാണ് മാപ്പ് പറഞ്ഞത്? ഒരു കുറ്റബോധവും ഇല്ല എന്നാണ് ബോബി പറയുന്നത്. അങ്ങനെ കുറ്റബോധമില്ലാത്തയാൾ സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് എന്ന്, അല്ല സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് വാദം പോലും ഉണ്ടായി. അല്ലല്ല, അങ്ങനെ ഒരു കാര്യം കോടതിയിൽ വന്നിട്ടില്ല. കോടതിയിൽ അങ്ങനെ ഒരു മാപ്പ് പറയാൻ തയ്യാറാണെന്നോ എന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വഴിക്കെന്തോ വിളിച്ചു പറഞ്ഞു താൻ പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറാണെന്ന് തന്നെ പറഞ്ഞു. യൂട്യൂബിലടക്കം അതിന്റെ വീഡിയോയും ഉണ്ട്. ഇന്ന് ലീഗൽ സ്ട്രാറ്റജിയുടെ ഭാഗമായി രാമൻപിള്ള സാർ ഒരു പക്ഷേ മാറ്റാൻ പറഞ്ഞു കാണും, അതവരുടെ ലീഗൽ സ്ട്രാറ്റജി. പക്ഷേ മാപ്പ് പറയാൻ ബോബി ചെമ്മണ്ണൂർ തയ്യാറായിരുന്നു. ഹണി റോസിനോട് മാപ്പും പറഞ്ഞു. ഹണി റോസ മാപ്പ് അതിനു മുൻപ് ഒരു തവണയല്ല 1, 2, 3 തവണ ഇക്കാര്യങ്ങൾ ആവർത്തിച്ചപ്പോൾ ആവർത്തിക്കരുതെന്ന് അന്ന് പക്ഷെ തയ്യാറായില്ല ബോബി ചെമ്മണ്ണൂർ. നിരന്തരം അത് ആവർത്തിക്കുകയും ആഘോഷിക്കപ്പെടുകയും അതൊരു പ്രിവിലേജ് ആയിട്ട് മനസ്സിലാക്കുന്നത്, അത് പ്രിവിലേജ് ആയിട്ടാണ് എടുക്കുന്നത് ബോബി ചെമ്മണ്ണൂർ പലപ്പോഴും. ഞാൻ എന്തോ വലിയ കാര്യം പറയുന്നു, അതൊക്കെ കേട്ട് ചിരിക്കാൻ എനിക്ക് പിറകിൽ ആളുണ്ട്, എനിക്ക് ഒരു ആർമിയുണ്ട്, ഞാനിതൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും, അതെന്റെ പ്രിവിലേജ് ആണെന്ന് നിരന്തരം പറഞ്ഞു വെക്കുന്ന ഒരാള് മാപ്പ് പറഞ്ഞ് ലഘൂകരിക്കാനൊന്നും പറ്റില്ല രാഹുൽ. നിങ്ങൾക്ക് ഇതൊക്കെ വളരെ എത്രയോ സില്ലിയായി മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നം. ഞാനിതിനെ കേവലം ഒരാളിലേക്ക് ഒതുക്കണ്ട. ഇത് പൊതുവിടത്തിൽ നിൽക്കുന്ന സ്ത്രീകൾ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പൊ ആരുടെയും ശരീരത്തിന്റെയോ ശരീരഭാഷയുടെയോ ഒന്നും പേരിൽ മാത്രമല്ല, നിങ്ങൾ രാഷ്ട്രീയമായി നിലപാടെടുക്കുമ്പോൾ, നിങ്ങൾ മറ്റേതെങ്കിലും തരത്തിൽ നിലപാട് പറയുമ്പോൾ, നിങ്ങളെ ഇത്തരത്തിൽ നിങ്ങളുടെ ശരീരം ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരഘടന ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റു തരത്തിലൊക്കെ ആക്ഷേപിക്കുക. എന്റെ ചോദ്യം ഒരു ചോദ്യമേ ഉള്ളൂ. സെക്ഷലൈസേഷൻ, കമോഡിഫിക്കേഷൻ, ഒബ്ജക്ടിഫിക്കേഷൻ, വസ്തുവൽക്കരണം, ഭോഗവൽക്കരണം, അതും ഒരു പ്രശ്നമല്ലേ? ആ പ്രശ്നത്തെ എന്തുകൊണ്ട് അഡ്രസ് ചെയ്യുന്നില്ല? ആ പ്രശ്നം എന്തുകൊണ്ട് അഡ്രസ് ചെയ്യുന്നില്ല? മറുപടി പറയുക, അശ്ലീലമായ പ്രയോഗങ്ങൾ നടത്തുക എന്നുള്ളത് അശ്ലീലമായ വസ്ത്രം ധരിക്കുന്നത് ഓക്കെയാണോ?
അശ്ലീലമായ വസ്ത്രം ഓക്കെയാണോ? അശ്ലീലമായ വസ്ത്രം ഓക്കെയാണോ? ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജയിലിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ജയിലിനുള്ളിലേക്ക് വാഹനം കയറുകയാണ്. ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജയിലിൽ അയക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ 14 ദിവസത്തേക്കാണ് റിമാൻഡ്. CJM കോടതിയുടെ റിമാൻഡാണ് വന്നിരിക്കുന്നത്. ഇത് വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ടോ? ഒന്ന് സമാധാനമായിട്ട് പ്രഷർ ഡൗൺ ആയിട്ട് കുറച്ച് പ്രോബ്ലം ഉണ്ട്. കാല് പൊട്ടിയിട്ടുണ്ട് വീണിട്ട്. അതായത് പ്രഷർ ഡൗൺ ആയി, ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. കാല് വീണിട്ട് പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ സമാധാനമായിട്ട് സംസാരിക്കാം. ഇത് വേണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? അതല്ല, ഞാൻ ചെയ്തിട്ടില്ല. ശിക്ഷ തീരുമാനിച്ചിട്ടില്ലല്ലോ, ശിക്ഷിച്ചിട്ടില്ലല്ലോ. ജാമ്യം നിഷേധിച്ചിട്ടുള്ളൂ. നാളെ ജില്ലാ കോടതിയും ജാമ്യത്തിന് മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കാക്കനാട് ജയിലിൽ അടച്ചു. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. ജില്ലാ കോടതിയിൽ നാളെ തന്നെ ജാമ്യ ഹർജി കൊടുക്കും എന്നാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. ശ്രീ ഷാബു പ്രസാദ്, അല്പം മുമ്പ് രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യം യോജിപ്പുണ്ടോ താങ്കൾക്ക്? ഇല്ല, എനിക്ക് മനസ്സിലാവാതുണ്ടല്ലോ. ഈ രാഹുൽ ഈശ്വർ ഇവിടെ ആവർത്തിച്ച് പറയാണ്. പലയിടത്തും അയാൾ പറയുന്നത് ഞാൻ കേട്ടു. അതായത് അശ്ലീലമായ വേഷവിധാനങ്ങൾ അത് ശരിയാണോ? അത് വിമർശിക്കപ്പെടേണ്ടതല്ലേ? എന്താണ് ഈ ശ്ലീലവും അശ്ലീലവും എന്നൊക്കെ പറയുന്നത്? ഈ ഇന്ത്യയിലെ ഭരണഘടന അനുസരിച്ചും ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ചും അതിനനുസരിച്ച് മാത്രമല്ലേ ഹണി റോസ് വസ്ത്രം ധരിച്ചിട്ടുള്ളൂ? അല്ലാതെ ഈ ശ്ലീലാശ്ലീലങ്ങൾക്കൊക്കെ ഇവിടെ ഈ പൊതുവിടത്തില് ആരാണ് മിസ്റ്റർ പരിധി കൽപ്പിക്കുന്നത്? നിങ്ങൾക്കെന്താ ഹണി റോസിന്റെ വസ്ത്രധാനത്തിൽ ഹലോ കേൾക്കാം, പറഞ്ഞോളൂ കേൾക്കാം. ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ വിമർശിക്കാൻ, അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, അവരുടെ നിലപാടുകളെ വിമർശിക്കാം, അവരുടെ സമീപനങ്ങളെ വിമർശിക്കാം, അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വിമർശിക്കാം. അല്ലാതെ അവരുടെ അപ്പിയറൻസിന്റെ അകത്ത് അതിൻ്റെ അകത്ത് അശ്ലീലത കണ്ടെത്താൻ നിങ്ങൾക്ക് എന്താണ് അവകാശമുള്ളത്? അവർ ഈ നമ്മുടെ നിയമത്തിന് വിരുദ്ധമായ എന്തെങ്കിലും ഒരു വസ്ത്രം അവർ ധരിച്ചിട്ടുണ്ടോ ഈ നാട്ടിലുള്ളത്? അവർ പബ്ലിക്കായിട്ട് വരുന്നു. അവർ ആകാരവടിവുള്ള ഒരു സ്ത്രീയാണ്. അത് ഇനി അതവിടെ നിൽക്കട്ടെ. ഞാനിവിടെ ഏറ്റവും കൂടുതൽ ആശങ്കയോടെ കാണുന്നത് ഇതല്ല മഞ്ജുഷേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മനുഷ്യനെ ഇതുപോലൊരു തനി ആഭാസനെ ഇത്രയും കാലം അയാൾ ഇതും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ ഒന്ന് തുറന്നു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ധാരാളം നേരിടുന്നതാണ്, ആ ബുള്ളിങ് നേരിടുന്നതാണ്. എന്തെല്ലാം രീതിയിലുള്ള അധിക്ഷേപ പരാമർശങ്ങളാണ്, എത്ര വൃത്തികെട്ട രീതിയിലാണ് ആൾക്കാർ ഇവിടെ സോഷ്യൽ മീഡിയയിൽ റെസ്പോണ്ട് ചെയ്യുന്നത്. ഇത് ഈ ഒരു ബോച്ചയല്ല, ഇവിടെ ആയിരക്കണക്കിന് ബോച്ചന്മാർ, ഇതിനു മുമ്പുള്ള ആ സഹോദരി പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് ബോച്ചന്മാർ ഇവിടെ ഉണ്ട്. ആ അങ്ങനെയുള്ളവന്മാരാണ് അതുപോലെയുള്ള ആഭാസന്മാരും ഞരമ്പന്മാരും ഇതുപോലെയുള്ള തനി വൃത്തികെട്ട ആഭാസ തെമ്മാടികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള പൊതുശല്യങ്ങളുമാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഇരുന്ന് അയാൾ പറഞ്ഞത് എന്താണ്? ഇവിടെ ഹണി റോസിനെ വിമർശിക്കരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ രാജ്യത്ത് ആരെയും വിമർശിക്കാം, നിലപാടുകളെ വിമർശിക്കാം, സമീപനങ്ങളെ വിമർശിക്കാം, രാഷ്ട്രീയത്തെ വിമർശിക്കാം, ബാക്കി എന്തും വിമർശിക്കാം. പക്ഷെ ഒരാൾ മാന്യമായൊരു ഡ്രസ്സ് ധരിച്ചുകൊണ്ട് അവരുടെ പ്രൊഫഷന്റെ ഭാഗമായി ഒരു ചടങ്ങിന് പോയപ്പോൾ അതിൻ്റെ അകത്ത് അത് അശ്ലീലമാണ്, അതിൻ്റെ അകത്ത് പരിധിയുണ്ട്,
എന്ന് പറഞ്ഞുകൊണ്ട് വിമർശന സ്വാതന്ത്ര്യത്തിനെ ആ രീതിയിൽ ഉപയോഗിക്കുന്നതിനെക്കാട്ടിൽ വലിയൊരു അശ്ലീലം, അതിനെക്കാട്ടിൽ ഒരു വൃത്തികേട് ഇവിടെ ഇല്ല. അത്ര വൃത്തികെട്ട രീതിയിലാണ് ഇയാൾ പറഞ്ഞത്. ഇനി എന്തു തന്നെയായാലും ഇന്ന് കേരളത്തില് മറ്റൊരു സംഭവം കൂടെ നടന്നിട്ടുണ്ട്. അതായത് ഏതാനും കൊടും ക്രിമിനലുകൾക്ക് നിയമത്തിന്റെ പഴുതിലൂടെ ഒന്ന് ജാമ്യം കിട്ടിയപ്പോൾ പൂമാലയിട്ട് സ്വീകരിക്കുന്ന ഒരു സംഭവം കൂടെ ഇവിടെ നടന്നിട്ടുണ്ട്. അതിനെ മറയ്ക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ഇന്നത്തെ ഈ ബോച്ചെ എന്ന തെമ്മാടിയുടെ ഈ ആഭാസന്റെ വാർത്ത അതിനെ മറയ്ക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ഇത് ഒരു പോസിറ്റീവായിട്ട് തന്നെ ഞാൻ അതിനെ ഇതിൽ കേരള പോലീസിനോട് കൈയടി കൊടുക്കണം ശ്രീ ഷാബു പ്രസാദ്. അത് മുഖ്യമന്ത്രിയുടെ ഇടപെടലും അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് താങ്കൾ അംഗീകരിക്കുക. നമ്മൾ ഒരുപാട് മുഖ്യമന്ത്രിയെ കേരള പോലീസിനെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ വിഷയത്തിൽ അവരെ സംശയ നിഴലിൽ നിർത്തണം. ഇല്ലില്ല, ഞാനിതിനെ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇത് വലിയൊരു താക്കീതാണ്. ഇത് ആവശ്യം തന്നെയായിരുന്നു. അതായത് ഇപ്പോൾ ഇനി സോഷ്യൽ മീഡിയയിലെ ദ്വയാർത്ഥ പ്രയോഗങ്ങളും കമന്റുകളും ഒക്കെ ഇടുന്നവന്മാര് ഒന്ന് ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ. ഒരു നിമിഷമെങ്കിലും ഒന്ന് ആലോചിക്കും. അതൊരു പോസിറ്റീവ് ചേഞ്ച് തന്നെയാണ്. ഒരു ദിവസമെങ്കിൽ ഞാൻ വിചാരിച്ചു ഇന്ത്യക്ക് ജാമ്യം കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരു ദിവസം അയാൾ പോലീസ് സ്റ്റേഷനിലെ സെല്ലിൽ കടന്നു, ഇവിടെ സബ് ജയിലിലും കിടക്കാൻ പോകുന്നു. അത്രയും കാര്യം ഇയാളെ കോടതിയുടെ നിരീക്ഷണം തന്നെയാണ്. കോടതിയുടെ ഈ ഒരു ഉത്തരവിന്റെ പകർപ്പ് വന്നിട്ടില്ല എങ്കിൽ പോലും തെറ്റായ ഒരു സന്ദേശം സമൂഹത്തിന് നൽകരുത് എന്ന് കോടതി ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഉത്തരവ് അദ്ദേഹത്തിന്റെ ഈ ജാമ്യാപേക്ഷയിൽ വന്നതും. ശ്രീ പായിച്ചിറ നവാസ്, രാഹുൽ ഈശ്വറെ സപ്പോർട്ട് ചെയ്യാൻ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? രാഹുലിൽ നിന്ന് മുഖമടച്ചുള്ള ഒരു മറുപടി ഹണി റോസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ രാഹുലിന് നിയന്ത്രണം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച്. പക്ഷേ ഭാഷയിൽ അദ്ദേഹത്തിന് വലിയ നിയന്ത്രണമുണ്ട്, അത് ശരിയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ആ നിയന്ത്രണം ഇല്ല. അതാണല്ലോ ഇന്നലേക്ക് വായിൽ തോന്നുന്നു ഒക്കെ രാഹുൽ ഈശ്വർ വിളിച്ചു പറഞ്ഞത്. രാഹുൽ അല്പസമയത്തിന് ശേഷം വീണ്ടും ചേരും. പായിച്ചിറ നവാസ്, ഇത് ബോബി ചെമ്മണ്ണൂരിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ ആളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആഭാസന്മാരുടെ ഫാൻസ് അസോസിയേഷൻ്റെ ആളോ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്കറിയാം, ഈ നെയ്യാറ്റിങ്കൽ ഒരു വിഷയം നടന്നപ്പോൾ ഒരു അച്ഛനും അമ്മയും മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തി മരിച്ചപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഒരു പ്രമാണത്തിൻ്റെ കേസുമായി വസ്തുവിൻ്റെ കോടതിയിൽ ഇരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രമാണത്തിൻ്റെ കേസുണ്ടായിരുന്നു, വീടിൻ്റെ കേസ്. ആ കേസിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് കൊടുത്ത വ്യക്തിയാണ് ഞാൻ. പിന്നെ ബോബി ചെമ്മണ്ണൂർ ആഭാസനായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു കുറ്റവാളിയായിരിക്കാം. അദ്ദേഹം ചെയ്ത തെറ്റല്ല എന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം ചെയ്ത തെറ്റ് തന്നെയാണ്. ആ ദ്വയാർത്ഥം എന്ന് പറയുന്നത് അദ്ദേഹം ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ ഈ ന്യൂ ഇയർ പ്രമാണിച്ച് തുടങ്ങിയ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റായിട്ടല്ല അദ്ദേഹം കൊണ്ടുവന്നത്. അദ്ദേഹം വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന ആ ഒരു ചെയ്തിയുടെ തുടർച്ച എന്നുള്ള രീതിയിലാണ്. ഈ ഹണി റോസ് എന്ന് പറയുന്നത് അവരുടെ ശരീരത്തെ അവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, യാതൊരു സംശയവും വേണ്ട. അത് 8 വയസ്സായ കുട്ടികൾ കാണുന്നുണ്ട്, 10 വയസ്സായ കുട്ടികൾ കാണുന്നുണ്ട്, 12 വയസ്സായ കുട്ടികൾ കാണുന്നുണ്ട്. ഒരു സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോയാലും ഇതുപോലെയുള്ള വേഷവിധാനമാണ്. വേഷവിധാനത്തിൽ ഒരു വ്യക്തിയുടെ ഒരു സംസ്കാരം നമുക്ക് സൂചിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ നമുക്കത് കാണാൻ കഴിയും. ആ വ്യക്തിയുടെ സംസ്കാരം എന്താണ് എന്ന് അവരുടെ വേഷത്തിൽ നമുക്ക് മനസ്സിലാകും. എങ്ങനെ മനസ്സിലാകും? താങ്കൾക്ക് എന്താണ് അങ്ങനെ വേണ്ടാത്ത സംബന്ധങ്ങളും തോന്നിയോ? തീർച്ചയായിട്ടും അത് കുട്ടികൾ കാണുകയാണ്. ഇത് പ്രൊജക്ട് ചെയ്തുകൊണ്ട് ഈ സ്വന്തം മോശം വസ്ത്രമെന്നല്ല. ഇന്നലെ അവർ എന്തു മാന്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ വന്നത്. ഇന്നലെ അവർ ധരിച്ച വസ്ത്രം നമ്മൾ കണ്ടല്ലോ, പോലീസ് സ്റ്റേഷനിൽ വന്നല്ലോ. എന്തും മാന്യമായ രീതിയിലാണ് അവർ പോലീസ് സ്റ്റേഷനിൽ വന്നത്. അവരുടെ ശരീരം അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റ് ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട്. നമ്മൾക്ക് പല ഈ ചാനൽ ന്യൂസ് 18 എന്ന് പറയുന്ന ചാനലിൽ ഉൾപ്പെടെ കാണിച്ചിട്ടുള്ളത് പല സിനിമാ നടിമാരും മമ്മൂട്ടിയും മോഹൻലാലും ജഡ്ജിമാരെ ഉൾപ്പെടെ ഇരിക്കുന്ന വേദികളിൽ അവരുടെ മുട്ടിന് മുകളിൽ അടിവസ്ത്രം പോലും കാണാവുന്ന രീതിയിൽ ഇരുന്നു കൊണ്ട് ഉദ്ഘാടന വേദികളിൽ ഇരിക്കുന്നത് ന്യൂസ് 18 വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹണി റോസ് ഈ ബോബി ചെമ്മണ്ണൂർ പോയപ്പോൾ 1.5 ലക്ഷം ആൾക്കാർ കൂടി, അല്ലെങ്കിൽ 10,000 പേര് കൂടിയെങ്കിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ അവിടെയുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് കൂടിയതാണ്. ഹണി റോസ് പോകുമ്പോൾ 1 ലക്ഷം പേര് അല്ലെങ്കിൽ 1.5 ലക്ഷം പേര് പോകുന്നത് ഹണി റോസിനുള്ള ഇഷ്ടം കൊണ്ടല്ല, അവരുടെ താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും. അപ്പോൾ പായിച്ചിറ നവാസും രാഹുൽ ഈശ്വറിന്റെ വഴിയെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. രാഹുൽ ഈശ്വറിന്റെ വഴിയല്ല, എനിക്ക് എൻ്റെ വഴിയാണ്. പായിച്ചിറ നവാസിന്റെ വഴിയാണ്.
അവര് തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ആരാണ് ഈ മാന്യത തീരുമാനിക്കുന്നത്? നിങ്ങൾക്ക് ആരാണ് ഈ മാന്യത തീരുമാനിക്കാനുള്ള അവകാശം തന്നിട്ടുള്ളത്? ഒരു സ്ത്രീയുടെ വസ്ത്രത്തിന്റെ എവിടെ വരെ നീളം വേണം, എവിടെ വരെ ഇറക്കം വേണം, കഴുത്ത് എങ്ങോട്ട് ഇറങ്ങണം, കൈ എങ്ങോട്ട് തിരിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ ആർക്കാണ് ഇവർക്കൊക്കെ അവകാശം കൊടുത്തത്? ഇവരിപ്പോഴും എവിടെയാണ് നിൽക്കുന്നത്? ഇത് 100 കൊല്ലവും 200 കൊല്ലവും പിന്നിലേക്ക് സഞ്ചരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് വലിയ ഗതികേടാണ്. ഇന്നലെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരാളെ സംബന്ധിച്ച് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ താമസിക്കുന്ന ഒരു നടി, ആ നടിയുടെ മകൻ കഴിഞ്ഞ 1 വർഷത്തിനകത്ത് ചെയ്തത് എന്താണ്? അല്ല, ആ നടിയുടെ പ്രധാനപ്പെട്ട നടിയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട അവരെ യൂട്യൂബിലൂടെ അധിക്ഷേപിച്ചതിനാണ് അവർ പരാതി കൊടുത്തത്. അങ്ങനെ പരാതി കൊടുക്കാൻ അവകാശമുണ്ട്, ഇല്ലാന്നല്ല. അപ്പൊ അവരുടെ മകൻ ചെയ്ത കാര്യം വാർത്തകളിൽ വന്നു. മകൻ ഈ രാജ്യത്തിന്റെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ശ്രീനിവാസ്. അല്ല, ഈ പരമോന്നത കോടതിയിൽ പോലും ഒരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെട്ടാൽ പോലും ആ സ്ത്രീയുടെ ക്യാരക്ടർ അസാസിനേഷനോ അവരുടെ മോറൽ ഡിഗ്നിറ്റിയോ പരിശോധിച്ചല്ല അവരെ ട്രയൽ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്ന ഒരു നിയമവ്യവസ്ഥയുള്ള നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന എല്ലാ വാദങ്ങളും നമ്മൾ അംഗീകരിക്കുമ്പോഴും അപ്പൊ ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിണറായി വിജയൻ അഭിനന്ദിച്ചു, കുഴപ്പമില്ല. പക്ഷേ ഈ 4.5 വർഷക്കാലം 5 വർഷക്കാലം വരെ ഈ ഹണി റോസ് ഉൾപ്പെടുന്ന സിനിമാ മേഖലയിലെ പീഡനങ്ങൾ ഉൾപ്പെടുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ സർക്കാരിന്റെ കയ്യിലുണ്ടായിരുന്നു. അത് യൂട്യൂബിലൂടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ ഉള്ള അപമാനമല്ല. ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചെയ്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹണി റോസ് ഉൾപ്പെടുന്ന സിനിമാ മേഖലയിൽ നടന്ന ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 5 വർഷക്കാലം സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കയ്യിൽ ഇരുന്നിട്ട് ഒരക്ഷരം പോലും മിണ്ടാത്ത ഹണി റോസ് സ്വന്തമായിട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു പരാതി കൊടുക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിലൊക്കെ ഇതേ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ചർച്ചകൾ നടത്തുകയും വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എടുത്തു വെച്ചുകൊണ്ട് ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ പറ്റി കമ്പയർ ചെയ്യാൻ വരരുത്. ശരി, ഷാബു എന്താണ്? അല്ല ഈ ഞാനതല്ലേ ചോദിച്ചാൽ, ഈ ഹണി റോസ് ഈ രാജ്യത്തെ നിയമത്തിന് വിരുദ്ധമായി എന്ത് വസ്ത്രമാണ് അവർ ധരിച്ചത്? ഇനി അത് പോട്ടെ, ഇനി വസ്ത്രധാരണമാണ് ഇവരുടെ പ്രശ്നമെങ്കിൽ ഈ ആഭാസൻ ധരിച്ചുകൊണ്ട് നടക്കുന്ന വസ്ത്രം, ഈ കാട്ടാളന്റെ വേഷത്തിൽ ഈ വസ്ത്രം എന്താണത്? മനുഷ്യന്മാര് ധരിക്കുന്ന വസ്ത്രമാണ്. ഞങ്ങൾക്ക് സ്ത്രീകൾ ഈ ഒറ്റ കൊണ്ടെടുത്ത് ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടെടുത്ത് നടക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾ സ്ത്രീകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മറുപടിയുണ്ട്? അത് തന്നെയാണ് കാര്യം. അവനെ മറക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മറച്ചു തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ നടക്കുന്നത്. എന്തെങ്കിലും ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ വരുമ്പോൾ എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുന്ന ചോദ്യങ്ങളായിട്ട് ഈ ചർച്ചയെ ഇതാണ് ബോബി ഫാൻസിന്റെ നിലപാടാണ് പായിച്ചിറ നവാസ് പറയുന്നത്. ഇന്ന് പോലീസിന്റെ വാഹനം തടഞ്ഞ അതേ ബോബി ഫാൻസിന്റെ നിലപാടാണ് ഇവിടെ പായിച്ചിറ നവാസ് പറയുന്നത്. അങ്ങനെയാണ് ഈ ഇൻസ്റ്റാഗ്രാമിലൂടെ ഈ 1.5 ലക്ഷം ഫോളോവേഴ്സിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി ഈ വഷളനായ ആളെ ന്യായീകരിക്കുകയാണ്. അയാളുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അയാൾ ഏത് വസ്ത്രം വേണം ധരിച്ചു നടന്നോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ ഒരു പരാതി അല്ല, അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ കുഴപ്പം ഞാൻ പറഞ്ഞു. സോയ പറഞ്ഞത് ഇതാണ്, നിങ്ങൾക്ക് ഹണി റോസിന്റെ വസ്ത്രത്തെ കുറിച്ച് കുഴപ്പം തോന്നുകയാണെങ്കിൽ ഞാൻ എന്നാൽ ബോബി ചെമ്മണ്ണൂരിന്റെ പറയാമല്ലോ. അങ്ങനെയാണ് പറഞ്ഞത്. അത് മനസ്സിലാക്കണം താങ്കൾ. അല്ല, ഹണി റോസിന്റെ വേഷത്തിൽ കുഴപ്പമില്ല, ബോബി ചെമ്മണ്ണൂരിന്റെ വേഷത്തിൽ കുഴപ്പമെന്ന് പറയുന്നവരോട് തർക്കിക്കാൻ ഈ ചർച്ചയിൽ ഞാൻ ആ സമയം കളയുന്നില്ല. ശ്രീ ജോർജ് ജോസഫ്, ഭാരതീയ ന്യായ സംഹിതയാണ് ഇവിടെ അവലംബമായിരിക്കുന്നത്. ഇതിൽ ഈ ലൈംഗിക അധിക്ഷേപം നടത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കുറ്റം തന്നെയാണ്. പോലീസ് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയുമാണ്. അപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ജയിലിൽ കിടത്താൻ പറ്റി ബോബി ചെമ്മണ്ണൂരിനെ. ഇതാണ് പൊതുവെ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഈ സമീപകാലത്തുണ്ടായ കോപ്രായങ്ങൾ കണ്ട ആളുകളൊക്കെ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഈ കാര്യത്തിൽ ഒരു വലിയ ശിക്ഷാ നടപടികളിലേക്കൊക്കെ പോകാൻ പര്യാപ്തമാണോ ഇപ്പോഴത്തെ ഈ കേസ്? അല്ല, ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ് തീർച്ചയായിട്ടും മലയാളികൾക്കൊരു പാഠം തന്നെയാണ്.
നമ്മൾ കുറേ നാളുകളും വർഷങ്ങളായിട്ട് ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഇതുപോലെയുള്ള പല അസഭ്യ വാക്കുകളും ഒക്കെ പല ഫേക്ക് അഡ്രസ്സിൽ കൂടെയാണ് പലരും ഇടുന്നത്. അവന്മാരെല്ലാം ഓടി രക്ഷപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം എറണാകുളത്തെ കേസെടുത്തപ്പം 30 പേർക്കെതിരായിട്ടാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരാളെ ഷാജി എന്ന് പറഞ്ഞ ഒരാളെ 60 വയസ്സുകാരനാണ്, ഏകദേശം നല്ല പ്രായമൊക്കെ കഴിഞ്ഞ ആളാണ് ഈ ആഭാസത്തിൽ എഴുതിയിട്ടില്ല. അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 20 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, കണ്ടെടുത്തിട്ടുണ്ട്. ഇനി ഫേക്ക് അഡ്രസ്സുള്ള ഇനി ഏകദേശം ഒരു 8-10 പേരുടെ കണ്ടെത്തും. നല്ലൊരു നീക്കമായിട്ട്. അതിന് കാരണക്കാരി ആരാണ്? അത് ഹണി റോസ് തന്നെയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ കേരളത്തിലെ ഈ ഇന്ത്യയിൽ എങ്ങും ഇല്ലാത്ത മാറുമറയ്ക്കാതെ നടന്ന ഒരു സംസ്ഥാനം ഇവിടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ മറന്നു പോകരുത്. ആ സമയത്ത് ആരെങ്കിലും അവരെ പീഡിപ്പിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? അത്ര മാന്യമായിട്ട് പെരുമാറുമായിരുന്നു മലയാളികൾ. ആ സമയത്ത് മാറുമറയ്ക്കാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. അതും മ്ലേച്ഛമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തെങ്കിലും അവരെ ആരെങ്കിലും പീഡിപ്പിച്ചതായിട്ട് ഇതുപോലെ എന്തെങ്കിലും നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ ടാക്സ് ഇടപാട് ചെയ്തപ്പോൾ അത് മുറിച്ചു കളഞ്ഞ ചരിത്രം വരെ ഇവിടെയുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയിലെ ഈ അധിക്ഷേപങ്ങൾ അതിന് നേതൃത്വം കൊടുത്ത ബോച്ചെ തന്നെയാണ്. കാരണം അയാൾ ഇതിനകത്ത് ദ്വയാർത്ഥ പ്രയോഗം തന്നെയാണ്. അദ്ദേഹം പിടിച്ച ഒരു സ്ഥാപനത്തിന് ഉദ്ഘാടനത്തിന് വിളിച്ചു, 2ാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മട്ടുമാറി. വിളിക്കാതെ ചില സ്ഥലത്ത് അവർ പോയപ്പം അവർ വേറെ സ്ഥലത്ത് പോയപ്പോൾ ഇങ്ങനെ അവിടെ പറന്നെത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ മൂവ്മെൻ്റൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒക്കെ പല പ്രയോഗങ്ങളും, കുന്തി ദേവിക്ക് ആ ഇനാഗുറേഷൻ സ്ഥലത്ത് എന്താണ് പ്രാധാന്യം? കാരണം അവരുടെ വേഷവിധാനങ്ങൾ പലതും അവർ ഉദ്ഘാടനത്തിൽ വരുമ്പോൾ അവർ സ്വയം നിശ്ചയിക്കുന്നതല്ല. അവർക്ക് ആരാണ് അവരെ വിളിച്ചു വരുത്തുന്നത്, അവരെയാണ് ഇങ്ങനെയൊക്കെയുള്ള വേഷവിധാനം ബ്യൂട്ടീഷ്യനെ കൊണ്ട് നടത്തിക്കുന്നത്. ഒരു പരിധിവരെ ഇവർക്കത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം പണം വാങ്ങിച്ചതാണ്. അവർ ചില പ്രത്യേക ഭാഗങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് എല്ലാവരും മൊബൈൽ ഫോണിലും ക്യാമറയിലും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സോഷ്യൽ മീഡിയ ഇട്ടിട്ട് അവർ 2 വർഷമായിട്ട് മാനസികമായി പീഡനം അനുഭവിക്കുന്ന ഒരു ലേഡിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നിവൃത്തിയില്ലാതെ അവർ രംഗത്ത് വന്നു. മറ്റൊരു കാര്യം കൂടി, ഇവിടെ ഇന്നത്തെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ, പ്രഗത്ഭനായ വക്കീലാണല്ലോ രാമൻപിള്ള, അദ്ദേഹം സമർത്ഥിക്കാൻ നോക്കിയ കാര്യം എന്ന് പറയുന്നത് ഇവർ തമ്മിൽ സൗഹൃദത്തിലാണ് എന്നുള്ള കാര്യമാണ്. അങ്ങനെയായിരിക്കുമല്ലോ ഇത് എത്തിക്കാൻ ശ്രമിക്കുക. അതായത് ആദ്യം ഈ ഓഗസ്റ്റ് മാസത്തിൽ കണ്ണൂരിലെ ജുവലറി ഉദ്ഘാടനം, അത് ബോബി ചെമ്മണ്ണൂരിന്റെ ജുവലറി ആണല്ലോ, ആ ഉദ്ഘാടന സമയത്താണ് ഈ മാല അണിയിക്കാൻ ശ്രമിച്ചതും പിന്നെ ആ ഒരു അശ്ലീല പരാമർശം വന്നതും ദ്വയാർത്ഥ പ്രയോഗം വന്നതും. പക്ഷേ ആ ചടങ്ങിൻ്റെ ഫോട്ടോ ഹണി റോസ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലിങ്ക് എടുത്തു വെച്ചാണ് ഈ ജാമ്യത്തിന് വേണ്ടിയുള്ള വാദം നടന്നത്. പക്ഷേ അവിടെ പ്രോസിക്യൂഷൻ കൃത്യമായിട്ട് അത് ഖണ്ഡിക്കുവാൻ ശ്രമം നടത്തുകയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷവും ഇതേ കാര്യങ്ങൾ ഈ ബോബി ചെമ്മണ്ണൂർ ആവർത്തിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഓൺലൈൻ ഇൻ്റർവ്യൂകളിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി ഹണി റോസിനെ വീണ്ടും അധിക്ഷേപിക്കുവാൻ ശ്രമിച്ചു. ഈ സൗഹൃദമുണ്ട് എന്നുള്ള കാര്യം പൊളിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹണി റോസിൻ്റെ അമ്മ തന്നെ ഇത് ബോബി ചെമ്മണ്ണൂരിൻ്റെ കോർഡിനേറ്ററോട് പറഞ്ഞിരുന്നു, ഇത് മനോവേദന ഉണ്ടാക്കുന്ന പ്രശ്നമാണ്, ഇതിൽ നിന്ന് പിന്മാറണമെന്ന്. പക്ഷേ അതിനുശേഷവും ആവർത്തിക്കുകയായിരുന്നു. അങ്ങനെ പ്രോസിക്യൂഷന് ഈ തെളിവുകൾ ഹാജരാക്കിക്കൊണ്ട് ഇത് ഖണ്ഡിക്കുവാൻ കഴിഞ്ഞു. അത് ഈ ജാമ്യ ഹർജി തള്ളുന്നതിന് ഒരു കാരണമായും മാറിയിട്ടുണ്ട് അല്ലേ? ശരിക്കും ഇത് വേണമെങ്കിൽ ജാമ്യം നൽകാവുന്ന ഒന്നാണ് അല്ലേ? പക്ഷേ ഈ രീതിയിലുള്ള ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ജാമ്യം കൊടുത്താൽ അത് തെറ്റായ സന്ദേശമായി മാറുമെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. തീർച്ചയായിട്ടും ജാമ്യം കൊടുക്കാതിരുന്നത് നല്ല കാര്യം. ജാമ്യം കൊടുക്കില്ല കോടതി. കാരണം 3 വർഷം വരെയുള്ള ശിക്ഷയിൽ മാത്രമേ വരുന്നതിൽ മാത്രമേ ജാമ്യം കൊടുക്കാൻ സാധിക്കുള്ളൂ. ഇതിനകത്ത് ഈ 67 IT ആക്ടിനനുസരിച്ച് 5 വർഷം ആദ്യത്തെ ദ്വയാർത്ഥ പ്രയോഗത്തിന് 5 വർഷം ശിക്ഷയും, അത് റിപ്പീറ്റ് ചെയ്ത് അത് വകവെക്കാതെ വീണ്ടും അത് അവർ വാണിംഗ് കൊടുത്ത ശേഷം, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ അയാളുടെ അടുത്ത് പറഞ്ഞ് ഇത് ശരിയല്ല എന്ന് പറഞ്ഞ ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ അങ്ങനെ തെളിയിക്കാൻ പറ്റിയ 10 വർഷം വരെ അകത്തോട്ട് പോകും. അത് 7 മുതൽ 10 വർഷം വരെ ഉറപ്പാണ്. അപ്പോൾ ഇതിനകത്ത് ആ കോടതിക്ക് ജാമ്യം കൊടുക്കാൻ മെറിറ്റിലേക്ക് കോടതി പ്രവേശിക്കാതെ തന്നെ ഈ സെക്ഷൻ അനുസരിച്ച് 75 BNS-ഉം 67 ഇനിയുണ്ട് 76 79 പോലീസ് എനിക്ക് തോന്നുന്ന ഇതിനകത്തിടും. അതുകൊണ്ട് അത്ര ഈസിയല്ല. ജാമ്യം കിട്ടുന്നതിന് മുമ്പ് കസ്റ്റഡി ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് കോടി രൂപ പലരിൽ നിന്ന് അവിടെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒത്തിരി പേരെ സഹായിക്കുന്നുണ്ട്, നല്ല കാര്യം, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള വൾഗാരിറ്റി കാണിക്കുമ്പം അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് തന്നെയല്ല,
അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തിപരമായ കാര്യത്തിൽ ഇങ്ങനെ പല കാര്യത്തിലും ഇടപെട്ടു. ആ ഒരു ദൃശ്യത്തിനകത്ത് കാണുന്നുണ്ട്, അവരിട്ടിരിക്കുന്ന ഒരു മാലയിൽ ഇയാൾ കൈകൊണ്ട് ചൂണ്ടി അവിടെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ടാണ്. അതിനുശേഷം ആ മാലയുടെ ലോക്കറ്റ് കിടക്കുന്ന കഴുത്തിൻ്റെ പിൻവശമാണെന്ന് പറഞ്ഞു അവിടെ കൂടെ കാണിക്കാനായിട്ട് ഇങ്ങനെ പറയുന്നു. ഇതൊക്കെ വൈകൃതമല്ലാതെ എന്താണ്? നമുക്കിത് നിർത്തണം മലയാളികളെ. കാരണം എത്രയോ ലക്ഷം പേര് ഈ വൈകൃതത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും മാലാപാർവതി അടുത്ത കാലത്ത് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ. കാരണം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കുറച്ചധികം ആൾക്കാരുണ്ട്. കാരണം അവരും ഫേസ്ബുക്കിൽ ഇതുപോലെയുള്ള ചില ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ശരിയാണ്. ഇപ്പോൾ ഇവിടെ ഈ ബോബി ചെമ്മണ്ണൂരിനെ ഞങ്ങൾ ആരും പിന്തുണയ്ക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹണി റോസിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ പായിച്ചിറ അങ്ങനെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ രാഹുൽ ഈശ്വറും ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വിഷയമൊന്നും കോടതിയിലോ ഒന്നും ഉന്നയിക്കുവാനുള്ള ധൈര്യം ഇവർക്കുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഈ വസ്ത്രധാരണം കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ബോബി ചെമ്മണ്ണൂർ ഈ രീതിയിൽ പെരുമാറിയത് എന്നൊന്നും നിയമപരമായിട്ട് ഉന്നയിക്കുവാനുള്ള ശക്തി ഇവർക്കില്ല, ധൈര്യം അവർക്കില്ല. ഇതിൽ ഒരു കാര്യം മാത്രമാണ് കോടതി പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ജാമ്യം കൊടുക്കാത്തത് എന്ന്. ജാമ്യ ഉത്തരവിൻ്റെ പകർപ്പ് വന്നിട്ടുണ്ട്. ദ പെറ്റീഷണർ ഹാസ് മേഡ് ദ അക്യൂസ്ഡ് ഹാസ് മേഡ് ഫിസിക്കൽ കോണ്ടാക്ട് ആൻഡ് അഡ്വാൻസസ് at the informant without her consent and indeed made remarks that are prima facie sexually colored. ഇതാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതായത് പോലീസ് പറഞ്ഞ ആ കാര്യങ്ങൾ അതേപടി കോടതി അംഗീകരിക്കുകയായിരുന്നു. സെക്ഷുവലി കളേർഡ് റിമാർക്സ് തന്നെയാണ് ഈ അക്യൂസ്ഡിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്, ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രൈമ ഫേസി ഇത് നിലനിൽക്കുന്നതാണ്, ഇത് തെളിവ് ഉള്ളതാണ് എന്നും കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. സ്വാഭാവികമാണല്ലോ കോടതിക്ക് അത് ബോധ്യപ്പെടുമെന്നുള്ള കാര്യം. കാരണം തെളിവുകളുണ്ട്. ഹയർ കോടതിയിലേക്ക് ജാമ്യം കിട്ടാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, തീർച്ചയായിട്ടും അതുണ്ടാവും. ഏതായാലും അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്നത് നല്ല കാര്യം, കൊടുത്തോളൂ. കാരണം ഇതൊരു പാഠമാകട്ടെ മലയാളികളുടെ, ഈ മലിന മനസ്സുള്ള മലയാളികൾ ഒരു പാഠമാണ്. മേലാൽ അവരാരും ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള വൾഗാരിറ്റി ഉള്ള വേർഡ്സുകൾ ഉപയോഗിക്കരുത്. കാരണം അത് തീർച്ചയായിട്ടും അതിന് നടപടി ഉണ്ടാകുമെന്ന് ഇപ്പം അതിന് മുഖ്യമന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എത്ര ക്വിക്കായിട്ടൊരു നടപടി എടുത്തില്ല. ബോബി ചെമ്മണ്ണൂരിന് 1.5 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്, അദ്ദേഹം നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അതൊക്കെ നമുക്ക് അപ്രീഷിയേഷൻ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യവസായം തകരരുത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജാമ്യം ഹൈക്കോടതി കൊടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് ഞാൻ പറയും, കൊടുത്തോളൂ, കുഴപ്പമില്ല. പക്ഷേ ഒരു പാഠമായിട്ട് ബോബി ചെമ്മണ്ണൂർ ഇത് കാണണം, മേലിൽ ഇതുപോലെയല്ല ആവർത്തിക്കരുത്. മറ്റുള്ളവർക്കൊരു മാതൃകയാണ് ഈ നടപടി പോലീസിൻ്റെ. അത് തന്നെ വളരെ ക്വിക്കായിട്ട് പോലീസ് നടപടി എടുത്തു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ഇനി ഇതുപോലെ ധാരാളം പേര് വരുന്നുണ്ട്. അതുകൊണ്ട് രാഹുൽ ഈശ്വരൊക്കെ ന്യായീകരിക്കുന്നത് നല്ലതാണ്. പക്ഷേ രാഹുൽ ഈശ്വറിനെതിരായിട്ട് കേസ് വരാതെ സൂക്ഷിക്കണം. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം അതിന് ആരെങ്കിലും ശക്തമായ ഒരു പരാതിയായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞാൽ സെക്ഷൻ 75 BNS അട്രാക്ട് ചെയ്യും, ഉറപ്പായിട്ടും അട്രാക്ട് ചെയ്യും. 67 IT ആക്ട് അനുസരിച്ചും വരും. അപ്പം നമ്മളത് കോടതിയിലും അവിടെയൊക്കെ പോയി ഇങ്ങനെ ഒരു കേസ് വന്നത് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇങ്ങനെ പരാതി കൊടുക്കാൻ ധൈര്യപ്പെട്ട ഹണി റോസിനെ അത് നേരെ ആ കാര്യമെടുത്ത് ഹണി റോസിന് നേരെ തിരിച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. നിങ്ങളെപ്പോലെ ഉള്ളവർ ബോബിയെ ഞങ്ങൾ അനുകൂലിക്കുന്നതിലില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ അത് എന്താണ് ഈ മധുരത്തിൽ പൊതിഞ്ഞ ഒരു പറഞ്ഞു വെക്കലാണ്. കാരണം അവസാനം ചെന്നെത്തുമ്പോൾ ബോബി നിരപരാധി. അത് ഈ ഹണി റോസ് കാരണം ബോബി അങ്ങോട്ട് ആകർഷണ വലയത്തിലേക്ക് പെട്ടുപോയി, ഇങ്ങനെ കുറെ കളേഡ് റിമാർക്സ് നടത്തി എന്ന് പറഞ്ഞു വെക്കുകയാണ് നിങ്ങളൊക്കെ. ഇത് തെറ്റാണിത്. ഈ രീതിയിലുള്ള കാര്യത്തിൽ വേണ്ട. മധുരത്തിൽ ഹണി റോസിനെ പൊതിയേണ്ട കാര്യമില്ല. ഹണി റോസിനെ അല്ല, ഹണി റോസിനെ ബോബി ചെമ്മണ്ണൂരിനെ ബോബി ചെമ്മണ്ണൂരിനെയും മധുരത്തിലോ കയ്പിലോ എനിക്ക് പൊതിയേണ്ട കാര്യമില്ല. കാരണം ബോബി ചെമ്മണ്ണൂർ ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെയുള്ള ആഭാസതരങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളും പറയുന്നത്. അദ്ദേഹം പറയുന്നതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം തെറ്റാണ്. പക്ഷേ ഒരു പൊതുസമൂഹത്തിൽ നമുക്ക് കുറച്ച് സാംസ്കാരികമായിട്ടൊക്കെ നമ്മളൊരു കുറച്ച് പദവികളും കുറച്ച് ആലങ്കാരികമായ പദവികളൊക്കെ ഉപയോഗിക്കുന്നവരാണ്. ഈ ഹണി റോസ് മഞ്ജുഷി നേരത്തെ ചോദിച്ചു, ശ്രീ മഞ്ജുഷി ചോദിച്ചു, ഹണി റോസിൻ്റെ വസ്ത്രം കോടതിയിൽ ചോദിക്കാൻ പറ്റുമോ? ഹണി റോസിൻ്റെ വസ്ത്രം കോടതിയിൽ ചോദിക്കണ്ട, അത് നിയമപരമായിട്ട് നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ധാർമ്മികപരമായിട്ട് നമ്മുടെ കൊച്ചുമക്കളും അനിയന്മാരും ഒക്കെ സ്കൂളിൽ പഠിക്കുന്ന 7ലും 8ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഈ ഹണി റോസ് വരുമ്പോൾ സ്കൂളിൽ പോലും കയറാതെ അവിടെ പോയി നിൽക്കുകയാണ്. ഹണി റോസിന്റെ സിനിമയിലെ കണ്ട ഒരു വേഷം കാണാനല്ല. അപ്പൊ ആ ഹണി റോസ് വരുന്ന വേദിയിൽ 15 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികളുണ്ടെന്ന് ഒന്ന് ഏതെങ്കിലും ജ്വല്ലറികൾ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നുണ്ട്.
ഒരിക്കലും ഇല്ല പൃഥ്വിരാജ് വരുമ്പോൾ അവിടെ ആൾ ഒരിക്കലും ഇല്ല മഞ്ജുഷ്. അല്ല, പൃഥ്വിരാജ് വരുമ്പോൾ അവിടെ ആളുകൾ കൂടാറില്ലേ? പൃഥ്വിരാജ് വരുമ്പോ ആളുകൾ കൂടുന്നത് ആ പൃഥ്വിരാജിനെ ആരും അപമാനിക്കുന്നില്ലല്ലോ. അല്ല, ഹണിറോസിനെ എന്തിനാണ് അല്ല, അപമാനിക്കുന്നത്? ഹണി റോസ് ഇന്നലെ പോലീസ് അതാ സ്റ്റേഷനിൽ വികലമായ കണ്ണുകൊണ്ട് കാണുന്നതുകൊണ്ടാണ്. ഭീകരമായ കണ്ടുകൊണ്ടോ അല്ല, ബോബി ചെമ്മണ്ണൂരിന്റെ വികലമായ കണ്ണെന്ന് പറയുന്നത് കാരണം അദ്ദേഹത്തിന്റെ സ്വന്തം ഇവന്റിൽ അങ്ങനെ ഒരു അപമാനിച്ചു തുടങ്ങി. പിന്നീട് ഓരോരോ സ്ഥലത്ത് ഇവർ വരുമ്പോഴും ഫോളോ ചെയ്യാൻ തുടങ്ങി. സ്റ്റോക്കിംഗ് ആണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്, പിന്തുടരുവാൻ തുടങ്ങി. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ അയാളുടെ വികലമായ കണ്ണാണ്, വികലമായ മനസ്സാണ്. അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വികലമായ 20-25 പ്രാവശ്യം വരെ വാണിംഗ് കൊടുത്തു എന്നാണ് പറയുന്നത്. എന്തിനാണ് അങ്ങനെ 20-25 പ്രാവശ്യം വാണിംഗ് കൊടുക്കുന്നത്? എന്തിനാണ്? ഇപ്പൊ എന്റെ സഹോദരി അല്ലെങ്കിൽ എന്റെ ഭാര്യയെ ഒരാൾ അപമാനിച്ചാൽ എന്തിനാണ് എന്റെ സഹോദരി എന്റെ ഭാര്യ 25 പ്രാവശ്യം വാണിംഗ് കൊടുക്കുന്നത്? ഒറ്റ വാണിംഗ് പോരെ? ഈ വാണിംഗ് ആദ്യത്തെ വാണിംഗ് പോരെ? എന്തിനാ ഇവരെല്ലാവരും ന്യായീകരിക്കുന്ന ഹണി റോസിനെ? 25 പ്രാവശ്യം വീട്ടിൽ പോയി വിളിച്ചു, മാനേജറെ വിളിച്ചു, കസ്റ്റമറിനെ വിളിച്ചു. എന്തിനാ അങ്ങനെ വിളിക്കുന്നത്? ശല്യം ഒഴിഞ്ഞു പോകണമെങ്കിൽ ഒഴിഞ്ഞു പോട്ടെ എന്ന് തീരുമാനിച്ചു. അതല്ലെങ്കിൽ നിങ്ങളെ പോലുള്ളവർ ഹണി റോസിനെതിരെ വാളെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന കുറെ പേരുണ്ട്. അവർ നിങ്ങളെ പോലുള്ളവർ. ആയിക്കോട്ടെ, എല്ലാം കഴിഞ്ഞ് എല്ലാ രീതിയിലും സംസാരിച്ചു, മാനേജറായിട്ട് സംസാരിച്ചു, ഹണി റോസ് ബോച്ചയുടെ മാനേജറുമായിട്ട് സംസാരിച്ചു, വീണ്ടും എന്താണ് അപ്പൊ ബോബി ചെമ്മണ്ണൂർ ഞാൻ ബോബി ചെമ്മണ്ണൂരിന്റെ ആരാധനാപാത്രമൊന്നുമല്ല. ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുത്ത വ്യക്തിയാണ്. ഞാൻ അയാളുടെ ആരാധനാപാത്രമൊന്നുമല്ല. ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടുത്തെ പൊതുവായ പല വിഷയങ്ങളിലും ഞാൻ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അല്ല, ഞാൻ ബോബി ചെമ്മണ്ണൂർ ഫാൻസ് അസോസിയേഷൻ്റെയോ അല്ലെങ്കിൽ ബോബിയുടെ ഏതെങ്കിലും സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളോ അങ്ങനെയൊന്നും ഉള്ള ഒരാളല്ല. ഹണി റോസിനെ ന്യായീകരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഹണി റോസിനെ എങ്ങനെ ന്യായീകരിക്കണം? ഹണി റോസിന്റെ അനീതി ഉണ്ടായിട്ടുണ്ട്. അല്ല, വസ്ത്രധാരണത്തെ പറ്റിയൊക്കെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ പറ്റി ക്രൈറ്റീരിയ ഉണ്ടാക്കുന്നത്? സ്ത്രീകളൊക്കെ ഇങ്ങനെ തന്നെ ധരിച്ചു. നിങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കേണ്ടവരാണല്ലോ ഈ നാട്ടിലെ. അതെ, തീർച്ചയായിട്ടും ബോബി ചെമ്മണ്ണൂർ മോശമായ വസ്ത്രമാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നവരാണല്ലോ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും. വളരെ നല്ല കാര്യം. എന്തേ അങ്ങനെ പറഞ്ഞുകൊണ്ട്? അല്ല, അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ തെറ്റ് പറയാൻ കഴിയും? ബോബി ചെമ്മണ്ണൂരിന്റെ വേഷം എന്ത് കുഴപ്പമാണ്? ബോബി ചെമ്മണ്ണൂരിന്റെ വേഷം എന്ത് സെക്ഷൽ അല്ലെങ്കിൽ ഒരു അട്രാക്ഷനാണ് തരുന്നത്? അയാള് സാധാരണ മനുഷ്യരോട് പോലെ മാന്യമായി കൊടുത്തൂടെ എന്ന് ഞാൻ തിരിച്ചു മറുപടി ഉണ്ടോ? സാധാരണ മനുഷ്യരോട് പൊതുസമൂഹത്തിൽ ഉദ്ഘാടന വേദികളിൽ അതേ രീതിയിൽ ഞാൻ പറഞ്ഞു വെച്ച നവാസിന് എന്ത് മറുപടി ഉണ്ട്? എന്താണ് മാഡം പറഞ്ഞത്? വ്യത്യാസം? സ്ത്രീയാണ് പുരുഷനാണത്. സ്ത്രീക്കും പുരുഷനും അവർക്ക് ഇഷ്ടമുള്ള തരത്തിൽ വസ്ത്രം ധരിക്കാം. അല്ല, ഞാനീ പറയുന്നത് നമ്മളെ നിരീക്ഷിക്കുന്നത് നേരത്തെ മാഡം പറഞ്ഞല്ലോ, ഹണി റോസ് എന്ന് പറയുന്ന പൊതുവേദിയിൽ സാധാരണ പുരുഷന്മാർ ധരിക്കുന്നത് പോലെയുള്ള മാന്യമായ വസ്ത്രധാരണമാണ് എന്ന അഭിപ്രായമുള്ള കേരളത്തിൽ എത്ര സ്ത്രീകളുണ്ട്? ഇവിടെ കേരളത്തിൽ എത്ര സ്ത്രീകളുണ്ട്? അത് നിങ്ങൾ മറുപടി പറയണം. അല്ല, അപ്പൊ നിങ്ങളിങ്ങനെ വീണു പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ആളുകളാണോ മനുഷ്യർ? നിങ്ങൾ ഈ പുരുഷന്മാർ ഇത്ര വീണു പോകുന്ന ആളുകളാണെങ്കിൽ നാളെ മുതൽ സ്ത്രീകളൊക്കെ പർദ്ദയിട്ട് നടക്കട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പർദ്ദയിട്ട് നടക്കണോ? അത് നിങ്ങൾ പറഞ്ഞു. ഹണി റോസിന്റെ വസ്ത്രധാരണത്തിലേക്ക് താങ്കൾ ഈ ചർച്ചയെ കൊണ്ടുപോയി കെട്ടുകയാണ്. അവിടെ സമർത്ഥമായിട്ട് ഈ പറയുന്ന ബോച്ചെ എന്ന് പറയുന്ന ബോബി ചെമ്മണ്ണൂരിനെ സംരക്ഷിച്ചു കൊണ്ടുപോവുകയാണ്. ഈ ബോബി എന്ന വ്യക്തി ബോബി എന്ന വ്യക്തി ഹണി റോസിനെ മാത്രമല്ല അവഹേളിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സെക്ഷലി കളേർഡ് ആയിട്ടുള്ള വേർഡ്സും ദ്വയാർത്ഥങ്ങളും ഒക്കെ ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂർ പ്രയോഗിച്ചത് ഇവിടെ വയോധികർക്കെതിരെ പോലുമുണ്ട്. അവർക്കൊന്നും ഒന്നും തിരിച്ചു പറയാൻ പറ്റാത്തത് അവരുടെ ആ സമയത്തെ അവസ്ഥ മനസ്സിലാക്കണം. നമ്മുടെ മുന്നിൽ ഒരു കാര്യം മഞ്ജുഷ് മനസ്സിലാക്കണം.
പി ദിവ്യക്കെതിരെ എന്തുമാത്രം ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും അവരെ അപമാനിച്ചു. ബിന്ദു കൃഷ്ണയെ അപമാനിച്ചു. ഇന്നും കേരള പോലീസിന്റെ കയ്യിൽ ഇന്നും 10,000-കണക്കിന് കോളേജ് കുട്ടികളെ, 15 വയസ്സായ കുട്ടികളെ പോലും അപമാനിച്ച കേസുകളിൽ ഇന്നും കെട്ടുകണക്കിന് ഓരോ പോലീസ് സ്റ്റേഷനിലും കേസുകൾ നിലവിലുള്ളപ്പോ ഹണി റോസിന്റെ കേസ് ഇന്ന് തന്നെ എടുത്തിടാൻ കാരണം നേരത്തെ ശ്രീ ശ്യാമപ്രസാദ് സൂചിപ്പിച്ചതുപോലെ മറ്റൊന്നിനെ മറയ്ക്കാൻ ആ വാർത്ത വരാതിരിക്കാൻ ഇതിനെ ഒരു വാർത്തയാക്കിയതാണ്. കേരളത്തിലെ ഇതേപോലെയുള്ള ഈ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഇതിലെങ്കിലും താങ്കൾ കേരള പോലീസിനെ ഒന്ന് അംഗീകരിക്കൂ ശ്രീ പായിച്ച നവാസ്. വളരെ പെട്ടെന്ന് നടപടിയെടുത്തത് നന്നായില്ലേ ഇക്കാര്യത്തിൽ? അത് അങ്ങനെയാണ്, ഏത് രീതിയിലായിക്കോട്ടെ നന്നായില്ലേ? അങ്ങനെ ഏതൊരു സ്ത്രീയെ ഹണി റോസിനെ ആയിരുന്നാലും നിങ്ങൾ ഹണി റോസിനെ വിടൂ, ഷുഗർ റോസിനെ ആയിരുന്നാലും ശർക്കര റോസിനെ ആയിരുന്നാലും റോസ്മേരി ആയിരുന്നാലും താങ്കൾ ഹണി റോസിനെ വിടൂ, താങ്കൾ ബോബി ചെമ്മണ്ണൂരിലേക്ക് വരൂ. അങ്ങനെ ഒരു അറുബോഹനെ വഷളനെ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് ഇവിടെ സമൂഹം ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞെളിഞ്ഞു നടന്നിരുന്ന ഒരു വ്യക്തിയെ ജയിലിലാക്കാൻ പോലീസിന്റെ ഈ അതിവേഗത്തിലുള്ള നടപടി സഹായിച്ചെങ്കിൽ അതിനൊരു കയ്യടി കൊടുക്കൂ. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളതാണ്, കേരള പോലീസിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളതാണ്. താങ്കൾ ഹണി റോസിനെ മാറ്റി നിർത്തൂ. ചെമ്മണ്ണൂർ പറഞ്ഞ ദ്വയാർത്ഥങ്ങൾ തെറ്റാണെന്ന് ഗായത്രി വർഷ ഇവിടെ പായിച്ചിറ നവാസ് എന്ന പൊതുപ്രവർത്തകനാണ് ഇവിടെ സംസാരിച്ചത്. അദ്ദേഹം ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതേസമയത്ത് തന്നെ ഹണി റോസിന്റെ വസ്ത്രധാരണമാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്ന് പറയുകയാണ്. ഇത് തുടർച്ചയായിട്ട് നമ്മൾ കേൾക്കേണ്ടി വരികയാണ്. കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ്. മഞ്ജുഷ്, നിങ്ങളുടെ ഓഡിയോ എനിക്ക് തീരെ ലോ ലെവലിലാണ് കേൾക്കുന്നത്. കുറച്ചൊന്ന് ഉയർത്തി തന്നാൽ നന്നാവും. ഇവിടെ ഹണി റോസിനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോഴും സൈബർ ഇടങ്ങളിൽ നോക്കുമ്പോഴും ഹണി റോസിന്റെ വസ്ത്രധാരണമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പ്രശ്നം എന്ന് പറയുന്ന ഒരു പൊതുസമൂഹ ബോധം നമ്മൾ കാണുന്നുണ്ട്. കേരളത്തിന്റെ ഈ പൊതുസമൂഹ ബോധം വളരെ വൈകൃതമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബോച്ചയെ പോലെയുള്ള ഒരാൾ അയാളുടെ വാദമായിട്ട് ഇന്ന് കോടതിയിൽ പറയുന്നത്, ഞാൻ എൻ്റെ ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയത്. അപ്പം എത്ര മോശമായ രീതിയിലും സ്ത്രീയെ അധിക്ഷേപിച്ചിട്ടോ ഉപയോഗിച്ചിട്ടോ ചൂഷണം ചെയ്തിട്ടോ അല്ലെങ്കിൽ അവളുടെ ശരീരഭംഗി വർണ്ണിക്കുന്നത് പോലും ലൈംഗിക അതിക്രമത്തിലേക്ക് വരും എന്ന് പറയുമ്പോൾ 4 വകുപ്പ് പ്രകാരം കേസെടുക്കുന്ന രീതിയിൽ അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം ഉണ്ടായിട്ടും ഞാൻ എൻ്റെ ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്യാൻ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ എന്ന് ലാഘവത്തോടെ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെയുള്ള ഈ വാദങ്ങളോട് നമ്മൾ കൂട്ടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പം അതൊരു ന്യായീകരണമല്ല എന്ന് മാത്രമല്ല, അത് വികലമായ ഒരു മനസ്സിൻ്റെ എക്സ്ക്യൂസസ് ആണ്, മറ്റെന്തിനെയൊക്കെ മറക്കാൻ വേണ്ടി. അദ്ദേഹം ഇപ്പോൾ പറയുന്ന കേട്ട് മറ്റെന്തിനൊക്കെയോ മറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത് എന്നുള്ളത്. മാധ്യമങ്ങളുടെയും പൊതുസമൂഹത്തിൻ്റെയും പൊതുവായ ധർമ്മം ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി ചർച്ച ചെയ്യുകയും സമൂഹത്തിൻ്റെ ബോധത്തെ ഒരു പുരോഗമന തലത്തിലേക്ക് മുന്നോട്ട് നയിക്കാൻ വേണ്ടി പ്രേരകമാവുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ പ്രൊപ്പഗണ്ട രാഷ്ട്രീയത്തിൻ്റെ ഇടമലങ്ങൾ ചിന്തിക്കുക എന്നുള്ളതല്ല മാധ്യമത്തിൻ്റെയും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെയും പൊതുവായ ഏറ്റവും പരമപ്രധാനമായ ധർമ്മം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പൂർണ്ണവും സമൃദ്ധവുമായ ജീവിതാവകാശമാണ്. ഹണി റോസിനെ പോലെയുള്ള ഒരു കുട്ടിക്ക്, ഒരു കലാകാരിക്ക് അവളിൽ കോൺഫിഡൻസ് നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന അവളുടെ ഏറ്റവും വലിയ എലിജിബിലിറ്റിയും യോഗ്യതയും എന്ന് പറയുന്നത് സൗന്ദര്യപൂർണമായ ഒരു ശരീരമാണെങ്കിൽ ആ ശരീരം അവൾക്ക് അവളുടെ ജീവിതത്തിൽ ഒരു തൊഴിലെടുത്ത് ഏറ്റവും പക്വമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. ഹണി റോസ് ഇന്ന് വരെ ധരിച്ചിട്ടുള്ള ഒരു വസ്ത്രവും ഇന്ത്യൻ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യേണ്ട രീതിയിലേക്കുള്ള ഒരു വസ്ത്രധാരണവും അതിൻ്റെ അകത്തില്ല. പിന്നെ എന്തിനാണ് ഈ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിക്കകത്ത് ഇതിന് ഇത്ര അധികം അസഹിഷ്ണുത ഉണ്ടാക്കുന്നത്? ഇത് ഈ വസ്ത്രമൊന്നുമല്ല പ്രശ്നം. ഏതൊരു സ്ത്രീയും അവരുടെ പ്രതിഭ അനുസരിച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ, സമൂഹത്തിൽ ഒരു ഉയർന്ന നിലയിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് ഒരു മാർക്കറ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ അവർ സമൂഹത്തിൻ്റെ ഇടങ്ങളിൽ ഒരു ലെവൽ എത്തുന്നു എന്ന് കാണുമ്പോൾ ഒരു പൊതുസമൂഹത്തിന് അവരറിഞ്ഞോ അറിയാതെയോ കിടക്കുന്ന ഒരു ബോധമുണ്ട്.
അതിനെ അടിച്ചമർത്തുക എന്ന് പറഞ്ഞത്. അതിൻ്റെ ഒരു ഇരയാക്കപ്പെടുകയാണ് ചെയ്തത് സത്യത്തെ ഹണി റോസ്. പിന്നെ ബോച്ചയെ പോലെയുള്ള ഒരു ഉപയോഗിക്കാൻ ഏറ്റവും നല്ല പദം ഇപ്പം അദ്ദേഹം കാണിച്ച പ്രവൃത്തികളിൽ നിന്ന് വഷളൻ എന്ന് തന്നെയാണ്. ഹണി റോസിനോട് മാത്രമല്ലല്ലോ, ഒരു ചായക്കടയിൽ പോയി നിന്നിട്ട് സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയോട്, എന്തായാലും 60 വയസ്സിനടുത്തുമുള്ള ബോച്ചയ്ക്ക് അതിനേക്കാൾ പ്രായം കൂടുതലുള്ള ഒരു സ്ത്രീയോട് ഡബിൾ മീനിങ്ങിൽ പറയുകയും ഇത് ഡബിൾ മീനിങ് ആണ്, ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട്, നാളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുന്നത്രേ അധപ്പതിച്ച ഒരാളെ നിയമം കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? അദ്ദേഹത്തിന്റെ രസകരമായ കാര്യമുണ്ട്, നിയമം അറിയില്ല എന്ന് പറയുകയാണ്, എന്നിട്ട് അതിൽ മേനി നടിക്കുകയാണ് ഈ പറയുന്ന ബോച്ചെ. കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, എനിക്ക് ഈ നിയമമൊന്നും അറിയില്ല എന്ന്. ഒരു വലിയ വ്യവസായിയാണല്ലോ അദ്ദേഹം. വ്യവസായിയാണ്, അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ട് വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരു 30 വർഷമായിട്ട് ഗൾഫിലൊക്കെ എൻ്റെ ഹസ്ബൻഡൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഗൾഫിലൊക്കെ ഏറ്റവും സക്സസ്ഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുന്ന ചെമ്മണ്ണൂർ ബ്രാഞ്ച് ആയിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഇത്രയും പ്രായത്തിനിടയിൽ വളരെ കണ്ണിങ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് വലിയ പലതരത്തിലുള്ള ആ ബിസിനസ്സിന് വേണ്ടിയിട്ട് ചാരിറ്റിയെ വരെ, മനുഷ്യന്റെ ഇല്ലായ്മയെ വരെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കുന്നു. അത് സഹായമാണെന്ന് നടിച്ചുകൊണ്ട് മനുഷ്യനെ നിർത്തുന്ന രീതിയിലേക്ക് വളരെ കണ്ണിങ് ആയിട്ട് ഈ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളെയും പ്രയോഗിക്കുന്ന അദ്ദേഹം ഇത്ര കാലത്തെ അദ്ദേഹത്തിന്റെ ബിസിനസ് ജീവിതത്തിനിടെ, സാമൂഹ്യ ജീവിതത്തിനിടയിൽ ഇന്ത്യൻ നിയമത്തിന്റെ പ്രാഥമിക വശങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതൊരു നിരക്ഷരന്റെ ഏറ്റവും വലിയ അധപ്പതനാണ്. ആദ്യം അവിടെയാണ് പഠിപ്പിച്ചു തുടങ്ങേണ്ടത്, അല്ലാതെ അതൊരു എക്സ്ക്യൂസ് അല്ല. ഒരു രാജ്യത്ത് ഒരു സമൂഹത്തെ പറ്റിക്കുവാൻ വേണ്ടി നടത്തുന്ന ഓരോ പദപ്രയോഗങ്ങളല്ലാതെ മറ്റെന്താണ്? അദ്ദേഹത്തിന് ഇതൊന്നും ബോധമില്ലാത്തത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. ഇതെല്ലാവരെയും പറ്റിക്കുകയാണ്. ഈ പൊതുസമൂഹത്തിന്റെ, നമ്മളിപ്പോൾ ജീവിക്കുന്ന സമൂഹത്തിന്റെ, നമ്മൾ എപ്പോഴും അപലപിക്കുന്ന വൈകൃതത്തിന്റെയും പണാധിപത്യ സമൂഹത്തിന്റെയും എല്ലാ ചൂഷണോപാധികളും സാധാരണക്കാരന്റെ ഇല്ലായ്മയുടെ മേലിൽ, സാധാരണക്കാരന്റെ ജീവിതത്തിന്റെ മേലിൽ പ്രയോഗിച്ചുകൊണ്ട് വളരാൻ ശ്രമിക്കുന്ന ഏറ്റവും കപടബുദ്ധിയുള്ള ഒരു കച്ചവടക്കാരന്റെ കണ്ണിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ വേഷം പോലും. ഇപ്പൊ ഇത് പറയുമ്പോൾ അദ്ദേഹത്തിനെ ന്യായീകരിക്കുന്ന ഒരു ഹണി റോസിന്റെ വേഷത്തെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇത്ര ഒരു എക്സിക്യൂട്ടീവ് പദവിയിലിരിക്കുന്ന ഒരു ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യുന്ന സാമാന്യേന ഒരു പുരുഷൻ ധരിക്കുന്ന മസ്കുലാർ രീതിയിലുള്ള വസ്ത്രധാരണം പോലും അല്ല അദ്ദേഹത്തിൻ്റെത്. നമുക്കൊക്കെ ബോച്ചെ എന്ന് പറയുന്ന വ്യക്തിയോട് താഴോട്ട് വലിച്ചിടുന്നതിൽ ഒരു ഘടകം അദ്ദേഹത്തിന്റെ വസ്ത്രധാരണ രീതിയാണ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അത് പറയുന്നില്ല? അത് അദ്ദേഹത്തിന്റെ അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കുന്നുണ്ട്. വിട്ടുകൊടുക്കുക തീർച്ചയായിട്ടും. ഞാനത് വിത്ത് ഓൾ റെസ്പെക്ട് വിട്ടുകൊടുത്തോണ്ടാണ് പറയുന്നത്. അങ്ങനെ വിട്ടുകൊടുത്തുകൊണ്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ ഒരു തൊഴിലെടുക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഇത്രയധികം അവളുടെ ഇനാഗുറേഷന് വേണ്ടി ക്ഷണിക്കാൻ ആൾക്കാരുള്ള ഇടത്ത് അവളുടെ കോൺഫിഡൻസിനനുസരിച്ച്, ആത്മവിശ്വാസത്തിനനുസരിച്ച്, തൻ്റെ ശരീരത്തെ പറ്റിയുള്ള അവളുടെ സൗന്ദര്യ ബോധത്തിനനുസരിച്ച് ആ കുട്ടി വസ്ത്രം ചെയ്യുന്നതിന് ഇവർക്കൊക്കെ എന്ത്, ഈ പറയുന്ന ലക്ഷക്കണക്കിന്, ഒരുപക്ഷെ കോടിക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ ഹണി റോസ് ഇനാഗുറേഷന് വേണ്ടി ക്ലാപ്പ് വാങ്ങിച്ച് ചിയർ വിളികൾ വാങ്ങിച്ചുകൊണ്ട് ഹണി റോസ് പങ്കെടുത്തിട്ടുണ്ട്. ആരും പൊതുസമൂഹത്തിൽ ആ കുട്ടിയെ കയറി പിടിച്ചിട്ടില്ല. ഈ ബോച്ചയല്ലാതെ പെർമിഷൻ ഇല്ലാതെ, അനുവാദമില്ലാതെ ആ കുട്ടിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കറക്കുകയും ആ കുട്ടി വല്ലാതെ ഏറ്റവും മര്യാദ ഓൺ ദി സ്പോട്ട് ആ പെൺകുട്ടിയെ അവരുടെ അനിഷ്ടം അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കവിളത്തടിച്ചായിരുന്നെങ്കിൽ അന്നും ഈ സമൂഹം പറയും അവൾ തന്റേടിയാണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കും. ഇന്ന് കോടതിയിൽ ഇയാളുടെ വക്കീല് വാദിച്ചത് അതാണ്, മൗനം സമ്മതമായിരുന്നു എന്ന്, അല്ലേ? ഒരു സ്ത്രീയുടെ മാന്യത, സ്ത്രീയുടെ സമൂഹത്തിനോട് കൊടുക്കുന്ന ബഹുമാനം, ആ സമൂഹത്തിൽ അത്രയും ആള് കൂടുന്നിടത്ത് അത് ഒരു അരുതായികയാവാതിരിക്കാൻ, അവിടുത്തെ ഒരു അരാജകത്വം സൃഷ്ടിക്കാതിരിക്കാൻ ആ കുട്ടി ഇഷ്ടമില്ലാതെ, അതിന്റെ മുഖം കണ്ടാൽ അറിയാം, ആ കുട്ടി ഇഷ്ടമില്ലാതെയെങ്കിലും മാന്യമായി അവിടെ നിന്നതിനെ ഇന്ന് ഇദ്ദേഹത്തിന്റെ വക്കീൽ വാദിച്ചത് മൗനം സമ്മതം. അപ്പൊ ഏത് പ്രകാരേണ പോയാലും 360 ഡിഗ്രിയിൽ ഏത് ആംഗിളിൽ പോയാലും സ്ത്രീക്കെതിരെ അധിക്ഷേപം എന്ന് പറയുന്ന സമൂഹത്തിന്റെ ഏറ്റവും അധമമായ ചിന്താഗതിയെ വീണ്ടും ന്യായീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാനാവില്ല. ശരി, ജോർജ് ജോസഫ് സാർ, ഇവിടെ പായിച്ചിറ പറഞ്ഞ കാര്യം എല്ലാ കേസുകളിലും ഇങ്ങനെ ഒരു ഇടപെടൽ നടക്കുന്നില്ലല്ലോ എന്നാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നടി ഹണി റോസിനെ വിളിച്ച് സഹായം വാഗ്ദാനം ചെയ്യുന്നു, ഉടൻ തന്നെ പോലീസിന്റെ നടപടി ഉണ്ടാകുന്നു. അത് പക്ഷേ അത്ര ദഹിച്ചിട്ടില്ല പായിച്ചിറയ്ക്ക്. അല്ല, നമ്മൾ മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കേണ്ട കാരണം ആപ്റ്റ് പേഴ്സന്റെ വന്നപ്പോൾ മുഖ്യമന്ത്രി സടകുഴഞ്ഞ് എഴുന്നേറ്റെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലല്ല, നമ്മള്
ജോർജ് ജോസഫ് സാർ പറഞ്ഞത് വളരെ കൃത്യമാണ്. സടകുടഞ്ഞ് എഴുന്നേറ്റു. അത് നടക്കത്തില്ല, പ്രായോഗികമായിട്ട് നടക്കത്തില്ല. ജോർജ് ജോസഫ് സാർ താമസിക്കുന്നത് തൊട്ടടുത്താണ് ഈ മ്യൂസിയം. ആ മ്യൂസിയത്തിൽ രാവിലെ 6 മണിക്ക് നടന്ന ഒരു ഡോക്ടർ, MBBS പാസ്സായ ഒരു ഡോക്ടറെ കടന്നു പിടിച്ചിട്ട് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ പോലീസിന് ഇത്രയും 72ഓളം CCTV ക്യാമറകൾ പരിശോധിച്ചിട്ട് ആഴ്ചകൾ കഴിഞ്ഞാണ് ആ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞത്. അതുപോലെ സാറിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള കവടിയാറ് മറ്റൊരു ഡോക്ടറെ കടന്നു പിടിച്ചിട്ട് ആഴ്ചകളോളം കഴിഞ്ഞു. അതുപോലെ നമ്മുടെ സാറ് ജോലി ചെയ്ത പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കേരളത്തിലെ പോലീസിൻ്റെ കയ്യിൽ എത്രയോ പീഡനങ്ങൾ, എത്രയോ അപവാദ പ്രചരണങ്ങൾ നടത്തിയ കേസുകളും പരാതികളും കെട്ടായിട്ട് മാറ്റി വയ്ക്കുമ്പോൾ ഈ ഒരു കേസ് മാത്രം ഇന്നേ ദിവസം ഇത്രയും സ്പെസിഫിക് ആയിട്ട് എടുത്തുകൊണ്ട് വന്നു എങ്കിൽ സർ, അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമായ ഒരു പൊളിട്രിക്സ് ഉണ്ട് സർ. എന്ത് പൊളിട്രിക്സ് ആണ്? ഇല്ല, അത് എന്ത് പൊളിറ്റിക്സ് ആണ്? സമൂഹത്തിൽ സ്വാധീനമുള്ള അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മുകേഷിനെ ഇതേപോലെ അറസ്റ്റ് ചെയ്തില്ല? അത് അപവാദ പ്രചരണമല്ലായിരുന്നു, പീഡന കേസായിരുന്നു. എന്തുകൊണ്ട് സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്തില്ല? അത് ഫേസ്ബുക്കിലൂടെ അപമാനിച്ചു എന്ന കേസല്ലായിരുന്നു, പീഡന കേസായിരുന്നു. എന്തുകൊണ്ട് ഇവരെ ആരെയും അറസ്റ്റ് ചെയ്യാതെ മീഡിയാസ് ഉൾപ്പെടെ രാവിലെ 4:30 മണി മുതൽ പിറ്റേന്ന് വെളുപ്പിന് 4:30 മണി വരെ അയാളുടെ വീട്ടിന്റെ മുൻവശത്തും അയാളുടെ വാഹനത്തിന്റെ പിന്നാലെയും ചീറിപ്പാഞ്ഞ് ട്രാഫിക് നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് പോയ ആ മുകേഷിനെയോ സിദ്ദീഖിനെയോ പിടിക്കാൻ കേരളത്തിന്റെ ഇന്നത്തെ ഏറ്റവും വീരശൂര പരാക്രമിയായ ആഭ്യന്തര വകുപ്പ് മന്ത്രി സഖാവ് പിണറായി വിജയന്റെ പോലീസിന് കഴിഞ്ഞില്ല. ആ പോലീസാണ് വയനാട് വെച്ച് നാട് വിടാൻ പോയ ബോബി ചെമ്മണ്ണൂരിനെ പിടിക്കുന്നത്. അവിടെയാണ് ഒരു വിരോധാഭാസം ഞാൻ സൂചിപ്പിക്കുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത്. ബോബിയെ പിടിക്കണ്ടായിരുന്നോ? ബോബിയെ പിടിക്കണം, ബോബിയെ പിടിക്കണമെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. മുകേഷിനെ പിടിക്കണ്ടായിരുന്നോ? അല്ല, മഞ്ജുശ്രീ മുകേഷിനെ പിടിക്കണ്ടായിരുന്നു, വേണമായിരുന്നു. സിദ്ദിഖിനെയും അതൊക്കെ അംഗീകരിക്കുന്നു, അതെല്ലാം അംഗീകരിക്കുന്നു. പക്ഷേ നമുക്ക് ലക്ഷോപലക്ഷം ആൾക്കാർ, നമ്മുടെ ഇവിടുത്തെ സ്ത്രീകൾ ഇതുപോലെയുള്ള പത്സനങ്ങൾ കേട്ട്, ഇതുപോലെ വികൃതമായ അവരുടെ ഇങ്ങനെയുള്ള ഭാഷകൾ കേട്ട് അതുങ്ങളെല്ലാം മടുത്ത്, കേരളത്തിൽ ലക്ഷോപലക്ഷം സ്ത്രീകളുണ്ട്. പക്ഷേ അതിന് ഈ ഒറ്റ നമ്പർ കൊണ്ട് അതിനൊരു പ്രതിവിധിയായെന്നാണ് ഞാൻ കാണുന്നത്. കാരണം ഇനി അങ്ങനെ ഈ രീതിയിലുള്ള മോശമായ പദങ്ങൾ സ്ത്രീകൾക്കെതിരായിട്ട് ഉപയോഗിക്കാൻ അല്പം മടിക്കും. കാരണം ഇപ്പോൾ ആ 20 യൂട്യൂബുകാരെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി വന്നിട്ടുണ്ട്. അതൊരു ആപ്റ്റ് കേസായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നേരത്തെയുള്ള കാര്യത്തിലൂടെ ഞാൻ പല കാര്യത്തിലും വിയോജിക്കണം. കാരണം നേരത്തെയുള്ള സിനിമാ നടന്മാരെ പലരും നമ്മൾ കണ്ടു, അവരോടൊക്കെ വളരെ ലാഘവബുദ്ധിയോടെ തന്നെ പോലീസ് പെരുമാറിയിട്ടുണ്ട്, അതൊക്കെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ട് ഇതുപോലെ മോശമായ പദങ്ങൾ ഉപയോഗിക്കുന്നതും മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നവരും അതിനിടയിൽ കമൻ്റ് ഇടുന്നവരും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇതാ വിഡ്രോ ചെയ്ത് ഓടിക്കളഞ്ഞു. അവരുടെ പുറകെ പോലീസ് പോരുന്നുണ്ട്, തീർച്ചയായിട്ടും വരും. അപ്പോൾ അത് നമുക്ക് നല്ലൊരു ആപ്റ്റ് ടൈമിൽ അത് വന്നു. അത് രാഷ്ട്രീയപരമായിട്ടാണ് ഒന്നൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ആപ്റ്റ് ടൈമിൽ ക്വിക്കായിട്ടുള്ള നടപടി എടുത്തത് കൊണ്ട് അത് ഇത്രയും വലിയൊരു മഹാനെയാണ് നമ്മൾ വിചാരിച്ചോണം. അയാളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഹണിറോസ് പരാതി നൽകിയില്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പരാതിയിൽ ഈ ബോച്ചയ്ക്ക് ഈ വീഴ്ച സംഭവിച്ചേനെ. കാരണം അങ്ങനെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ല. ഇതിനപ്പുറത്തെ പ്രയോഗങ്ങൾ നടത്തിയേനെ ബോബി ചെമ്മണ്ണൂർ. സോയ ഇപ്പോൾ ഇതിനൊരു പൊളിറ്റിക്സ് പോലും നിങ്ങൾ പോലും ആരോപിക്കുന്നില്ല അല്ലെ? കോൺഗ്രസ് പോലും ഇതിനകത്ത് ഒരു രാഷ്ട്രീയമൊന്നും ആരോപിക്കുന്നില്ല. അങ്ങനെ ഒരു സർക്കാരിനെ ഇക്കാര്യത്തിൽ വിമർശിക്കാനൊന്നും നിങ്ങൾ തയ്യാറാവുകയില്ല. അത് തന്നെ ഇത് പൊതുസമൂഹം അംഗീകരിച്ചു എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണല്ലോ. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. അതല്ല, ഈ വിഷയത്തിൽ നമ്മൾ അത്തരത്തിലൊരു കാര്യത്തെ പറ്റി ചിന്തിക്കേണ്ട. സർക്കാരിനെ വിമർശിക്കേണ്ട സമയങ്ങളിൽ കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാവും. അതിപ്പോൾ ഇന്ന് നടന്ന പെരിയ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മറ്റേത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ നിരന്തരമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും നിരന്തരമായ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്തരം വിഷയങ്ങൾ ഇപ്പം ശ്രീ നവാസ് പറയുന്നത് പോലെ അതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ചെയ്യരുത്, അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ലഘൂകരിക്കണം, അത് നടക്കുന്ന കാര്യമല്ല. ആ വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെടണം. ഇപ്പൊ നേരത്തെ ഞാൻ
ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചൊരു കാര്യം ഞാൻ വീണ്ടും ഊന്നി പറയുകയാണ്. പ്രിവിലേജ് ഉള്ള ഹണി റോസിനെ മുഖ്യമന്ത്രി വിളിച്ചതുപോലെ എല്ലാ സ്ത്രീകളെയും മുഖ്യമന്ത്രി വിളിക്കുന്നില്ല. അല്ലെങ്കിൽ അത്തരം പ്രിവിലേജ് ഉള്ള സ്ത്രീകൾക്ക് മാത്രമല്ല, കേരളത്തിൽ ഇത്തരം അധിക്ഷേപങ്ങൾ നേരിടുന്ന കഴിഞ്ഞ കുറെ വർഷങ്ങളായി പെൻഡിംഗ് ഉള്ള ഇത്തരം കേസുകളിലൊക്കെ വളരെ ത്വരിതമായ നടപടികൾ എടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് പറയുന്നു എന്ന് വിചാരിച്ചിട്ട് ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ടേൺ അല്ല എന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയില്ല. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ടേൺ തന്നെയായിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത്. ബോച്ചെ എന്ന് പറയുന്ന നേരത്തെ ശ്രീ ഗായത്രി വർഷ പറഞ്ഞതുപോലെ അറുവഷളനായിട്ടുള്ള ഒരാളെ ഇത് നിരന്തരം ഇപ്പൊ എന്താണ് ബോച്ചയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് എന്തോ അതൊരു തെറ്റായിട്ടോ ഒരു കുറ്റമായിട്ടോ ഒരു പ്രശ്നമായിട്ടോ അയാൾക്ക് ഫീൽ ചെയ്യുന്നില്ല. അയാൾ എന്തോ അതിനെ ആഘോഷിക്കാൻ ഇവിടെ ആളുണ്ടാകുന്നു എന്നുള്ള ഒരു ധാരണയിൽ അയാൾ അതങ്ങ് നാച്ചുറലൈസ് ചെയ്യാണ്. എന്തോ ഒരു സാമാന്യവൽക്കരണം നടത്തി ഇതൊക്കെ എനിക്ക് പറയാനുള്ള പ്രിവിലേജ് ഉണ്ട്. അത് ഈ നാട്ടിലെ ആണുങ്ങൾക്ക് മുഴുവനുണ്ട്. ഞങ്ങൾക്ക് സ്ത്രീയുടെ മുകളിൽ അധിക്ഷേപം നടത്താനും സ്ത്രീയെ പറ്റി ഇങ്ങനെയൊക്കെ പറയാനും ഞങ്ങൾക്ക് എന്തോ പ്രിവിലേജ് ഉണ്ടെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന ആളുകളൊക്കെ. അപ്പൊ വസ്ത്രധാരണമൊക്കെ അതുകൊണ്ടാണ് അവർ അതിലേക്ക് ഏച്ചു കിട്ടുന്നത്. അപ്പൊ അത്തരം ഇപ്പൊ ബോച്ചയുടെ വസ്ത്രധാരണത്തെ പറ്റി ഇതുവരെ ആരെങ്കിലും സംസാരിച്ചോ? അത് അദ്ദേഹത്തിന് താല്പര്യമുള്ള കാര്യം, അദ്ദേഹം ഇഷ്ടമുള്ളത് ഇടട്ടെ. അപ്പൊ അതൊന്നും നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല. അതൊരു പുരുഷനോ സ്ത്രീയോ എന്നുള്ളതല്ല, അത് അവർക്ക് ഇഷ്ടമുള്ളത്. സ്ത്രീ ധരിക്കുമ്പോൾ മാത്രം ഇതെന്തോ പ്രശ്നമുള്ള കാര്യവും പുരുഷൻ ധരിക്കുമ്പോൾ അത് മാന്യവും അത്തരത്തിലുള്ള പ്രയോഗങ്ങളൊന്നും ഇനി ശരിയല്ല. നിങ്ങൾ ഗായത്രി ഒരു കാര്യം കൂടി ഇവിടെ സോയ പറഞ്ഞ കാര്യം, എല്ലാവർക്കും ഒരേ രീതിയിൽ നീതി നൽകുവാനുള്ള ഒരു ആത്മാർത്ഥത കൂടി കാണിക്കണം. ആ ഒരു ചർച്ച കൂടി ഇതിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതാണ് ജനാധിപത്യം. എല്ലാവർക്കും തുല്യനീതിയും തുല്യ അവസരവും എന്നുള്ളതാണ് ജനാധിപത്യം. പക്ഷെ നമ്മൾ ഇത്രയധികം വൈകൃതമായി നിന്നിരുന്ന ഒരു സമൂഹത്തില് ഇത്രയധികം പുരോഗമനം മുന്നോട്ട് വരാതിരുന്ന ഒരു സമൂഹത്തിൽ ഇപ്പൊ ജോർജ് സാറ് പറഞ്ഞാണ് ഇതിന്റെ എഫക്ട്. ജോർജ് സാറ് പറഞ്ഞു ഇത്ര സത്വര നടപടികൾ ഉണ്ടാകുമ്പോൾ, ഇത്ര സ്ട്രോങ് ആയിട്ട് ഇത്ര പ്രമുഖനായിട്ടുള്ള ഒരാളുടെ നേരെ ഇത്ര കാർക്കശ്യത്തോടെയുള്ള ഒരു നടപടി ഉണ്ടാകും. ഇന്ന് നിങ്ങൾ നോക്കൂ, ഇന്ന് പല സോഷ്യൽ മീഡിയയിലും ഇതുവരെ ഇതേപോലെ അധിക്ഷേപങ്ങൾ വന്നിരുന്ന പലയിടത്തും കമന്റ്സിന് വളരെ മാന്യത വന്നിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ സ്ത്രീകളെ അധിക്ഷേപിക്കുകയും വൾഗറൈസ് ചെയ്യുകയും ചെയ്യുന്ന കമന്റുകൾക്ക് വ്യത്യാസം വരുന്നുണ്ട്. ഇങ്ങനെ എഫക്റ്റ് ഉണ്ടാവും. പിന്നെ സോയ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. സോയ പറഞ്ഞത് തീർച്ചയായിട്ടും എല്ലാവർക്കും അത്തരത്തിലുള്ള ഇടം വേണം. ഇപ്പം ഈ നവാസ് പറയുന്നത് പോലെ നവാസിനെ എന്താ പറയുക രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ചെയ്തത്. ഇതൊന്നും രാഷ്ട്രീയവൽക്കരിക്കേണ്ട വിഷയങ്ങളല്ല. ഇതൊരു പൊതുബോധ നിർമ്മാണ പ്രക്രിയയാണ് നമ്മൾ നടത്തുന്നത്. ഇവിടെ പൊതുപ്രവർത്തകൻ എന്ന് പറയുന്ന ഒരിടത്തേക്ക് നമ്മൾ വളരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം അധമമായ ചിന്താഗതികളെ വിത്തൗട്ട് എനി രാഷ്ട്രീയ ബാരിയർ ഇല്ലാതെ കാണണം. ഇപ്പൊ ഞങ്ങളെ പോലുള്ള ഇടതുപക്ഷത്തും എല്ലാവരും നന്നായിട്ടാണ് പെരുമാറുന്നത് എന്നുള്ളതൊന്നും എനിക്ക് അഭിപ്രായവാദമില്ല. ഇടതുപക്ഷത്തും ഈ സമൂഹത്തിന്റെ വൈകൃതങ്ങളുള്ള ഒരുപാട് പ്രവർത്തകരുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിന് പരിഹരിക്കാനുള്ള കൂട്ടായ പ്രവർത്തനങ്ങളാണ്. അവിടെയാണ് സോയയുടെ വാക്കുകളെ ഞാൻ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട വാക്കുകളായി കാണുന്നത്. ഇതെല്ലാം കാലാകാലങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് വെച്ച് ആ പാർവതി തിരുവോത്തിന്റെ അപവാദ പ്രചരണം നടത്തി ആ ചെറുപ്പക്കാരനെ 19 വയസ്സുള്ള ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തു. 18 ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്നു, കണ്ണൂർ ജില്ലാ ജയിലിൽ കിടന്നു. അത് ആ പയ്യൻ ഇറങ്ങിയതിന് ശേഷം പിന്നെ സിനിമാ നടികളെ അല്ലെങ്കിൽ ഈ മറ്റ് അപവാദ പ്രചരണങ്ങൾ ആരും ഫേസ്ബുക്കിൽ ഇല്ല എന്നല്ല. എൻ്റെ കോൺഗ്രസിൻ്റെ സഹോദരി മനസ്സിലാക്കണം, ശരത് ലാലിൻ്റെ സഹോദരിയെ വളരെ മോശമായ ആ മരണം നടന്ന സമയത്ത് അപമാനിച്ച സൈബർ ഇടങ്ങളുണ്ട്. ആ കേസുകൾ ഇന്നും പോലീസിൻ്റെ കയ്യിലാണ്. ആ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോ അതുപോലുള്ള വൈകാരികമായ എത്രയോ ബിന്ദു കൃഷ്ണ മഹിളാ കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ബിന്ദു കൃഷ്ണയെ പോലും പരസ്യമായി അപമാനിച്ച എത്രയോ കേസ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ടെന്നറിയോ പരാതികൾ. അതിലൊന്നും ഒരു പരാതിയിൽ പോലും ഈ വീരശൂര പരാക്രമിയായ സഖാവ് പിണറായി വിജയന്റെ പോലീസ് കേസെടുത്തിട്ടില്ല. അപ്പോ നിങ്ങൾ പിണറായി വിജയനെ ന്യായീകരിക്കുമ്പോ ഇതും കൂടി ഈ ചെവിയിലൂടെ ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കും. അത് വിചാരിച്ച് ഈ വിഷയം പിണറായി വിജയനെ ന്യായീകരിക്കുന്നതല്ലോ. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിലനിൽക്കുന്നു, അതിലൊക്കെ പരിഹാരം ഉണ്ടാകണം, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. അല്ല, ഇതിപ്പോ ഞാൻ നടപടി അർഹിക്കുന്നതോ അതേ എന്ന് 44% പ്രേക്ഷകർ, അല്ല എന്ന് 47%. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി.